പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് അല്പസമയം അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവുമുള്ള ഒരു ദൈവഭക്തനെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സലിം തോമസ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം സമയം ചെലവഴിപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ സലിം തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. ദേവദാസൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ക്ഷേമമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു ദേവദാസനെ. ഓക്കെ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറയാമോ? കോട്ടയം ജില്ലയിൽ പയ്യപ്പാടി എന്ന് പറയുന്ന ഇടത്തിൽ. ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? തീർച്ചയായിട്ടും എൻ്റെ പപ്പായും മമ്മിയും അവര് മരിച്ചുപോയി, രണ്ടുപേരും. സഹോദരി ഉണ്ട്. സഹോദരി നേഴ്സായിട്ട് UK വർക്ക് ചെയ്യുന്നു. കുടുംബം അവിടാണ്. പിന്നെ എന്നോട് കൂടെ എൻ്റെ ഭാര്യ സഹോദരി പ്രവീണ സലിം എന്നാണ് പേര്. എനിക്കൊരു മകനുണ്ട്, +1 പഠിക്കുന്നു, ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്നു. അലൻ സലിം എന്നാണ് പേര്. കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കന്മാരെയൊക്കെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സാക്ഷ്യം പറയുന്നതിനും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നുള്ള അവസരമാണ്. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ബാല്യകാലത്തെ നല്ല ഓർമ്മകൾ, സ്മരണകൾ, സഹോദരങ്ങളോട് ഒരുമിച്ച്, കുടുംബാംഗങ്ങളോട് ഒരുമിച്ചുള്ളതായ നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിലും അതുപോലെ ആത്മീയ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. എനിക്ക് പിതാവ്, മാതാവ് വളർന്നു വന്നത്, ഞങ്ങളൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നു വന്നത്. ഭക്തിമാർഗത്തിൽ എന്നെ വളർത്തിക്കൊണ്ടു വന്നത്. ഞാനൊരു കാര്യം സത്യമായി പറയട്ടെ, എൻ്റെ പിതാവ് നല്ലൊരു മദ്യപാനിയായിരുന്നു. എങ്കിലും പത്യ ഉപദേശം എനിക്ക് നല്ലവണ്ണം ലഭ്യമാകാൻ ഇടയായി. പപ്പ വൈകിട്ട് വരുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞ് കൂലിപ്പണിയാണ്, പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി സന്ധ്യയായാൽ ഉറങ്ങാതിരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയാകട്ടെ എന്ന് പപ്പായ്ക്ക് അത് വലിയൊരു നിർബന്ധമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഇന്ന് രണ്ടുപേരും വിശ്വാസ ജീവിതത്തിലേക്ക് അവർ വന്നു. അതിനുശേഷമായിട്ട് നിത്യതയിൽ രണ്ടുപേരും വിശ്രമിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ യൗവന പ്രായം, എൻ്റെ ചെറിയ ബാല്യപ്രായങ്ങളൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഓക്കെ, ബാല്യകാല സ്മരണകളെ, വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. വിദ്യാഭ്യാസത്തില് ഞാൻ ഇത്തിരി പുറകോട്ടായിരുന്നു, സമ്മതിക്കുന്നു. ഞാൻ 10ാം ക്ലാസ് വരെ ഫെയിലായി. പഠിത്തം നിർത്തിയതിനു ശേഷമായിട്ട് ചില ട്രേഡ് പഠിച്ചു. അങ്ങനെ എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ വിദേശത്ത് ദുബൈയിൽ ജോലിക്കായിട്ട് പോകാനിടയായി. അതാണ് എൻ്റെ ബാല്യകാലം. ഓക്കെ, ജോലിയുള്ള ബന്ധത്തില് ദുബായില് പോയി. അതെ. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായത്. ഞാൻ കത്തോലിക്കനായിട്ടാണ് ജീവനിച്ചു വളർന്നത് 22 വയസ്സ് വരെ. എന്നാൽ അതിനുശേഷമായിട്ടാണ് സത്യദൈവം എന്താണെന്നുള്ളത്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ കണ്ടതാണ്, ഞാൻ ദൈവത്തെ തേടിയതല്ല, ഉപരിയായി എന്നെ ദൈവം കണ്ടതാണ്. അങ്ങനെ ഇന്ന് ഞാനും കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിച്ച് ആ ഒരു നിലയിൽ പോകും. കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ആ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വളർന്നതായ സാഹചര്യത്തെ കുറിച്ച് ഞാൻ പറയാനിടയായി. ഞായറാഴ്ചകളിൽ, സാധാരണ കത്തോലിക്കരുടെ ഇടയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ആ ഒരു നല്ല ഭക്തിമാർഗത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നാൽ ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠനം കുറവാണ്. സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ പോലും ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റഡി കത്തോലിക്ക മാർഗത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ വീട്ടിൽ സാധാരണ ബൈബിൾ ഉപയോഗിക്കുന്നില്ല, കുരിശു വരയ്ക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാതാവിനോടുള്ള ഭക്തി എനിക്ക് ആ ഒരു നിലയിലാണ് ഞാൻ വളർന്നു വന്നത്.
എന്നാൽ ബൈബിൾ എനിക്ക് കയ്യിലെടുക്കാനോ അത് വായിക്കാനുള്ള ഒരു ഭാഗ്യം ചെറിയ പ്രായത്തിൽ ദൈവം എനിക്ക് ഒരുക്കി തന്നു. എന്തെന്ന് പറഞ്ഞാൽ ഭവനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് കുറച്ചുനാൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ സമയം പോകേണ്ടതിനായിട്ട് അന്ന് മുതൽ എനിക്ക് ചെറിയ വായനാശീലമുണ്ട്. വാരികളൊക്കെ വായിക്കും എന്നതുപോലെ അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബൈബിൾ ഞാൻ വായിക്കാനിടയായി. എന്നാൽ ബൈബിൾ ആധികാരികമായി വായിച്ചപ്പോൾ ആരും പറഞ്ഞു തരാനില്ല എങ്കിലും എന്റെ ചെറിയ ബുദ്ധിയിൽ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നിന്ന് ഗ്രഹിക്കാനിടയായി. അപ്പോൾ ഞാൻ സാധാരണ കാണുന്നതായ ഭക്തിമാർഗം എന്ന് പറഞ്ഞത് പള്ളികളിൽ വരുമ്പോൾ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു അനുഭവമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അപ്പസ്തോല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസ് ബിംബങ്ങൾ നിറഞ്ഞതായ ഒരു അനുഭവത്തെ പങ്കുവയ്ക്കുന്നതായ ഒരു ഭാഗം 17-ാം അധ്യായത്തിലുണ്ട്. ആ ഭാഗം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ചിന്ത, അത് മറ്റാരോട് ചെന്ന് ഷെയർ ചെയ്യാനാണ്. ആരും ചോദിച്ചാൽ അതിനെ വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ലാത്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്റെ ഭക്തി അങ്ങ് തണുത്തെന്ന് പറഞ്ഞാൽ മതി. ബൈബിളും ഞാൻ വളർന്നു വന്നതായ ജീവിത സാഹചര്യങ്ങളും ഒത്തുപോകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നവരോട് വ്യക്തമായിട്ടൊരു മറുപടി ലഭിക്കുന്നില്ല. ബൈബിൾ വായന എനിക്ക് തുടർമാനം ഉണ്ടെങ്കിലും എന്റെ ഭക്തിമാർഗം കുർബാന കാണുക, പിന്നെ മാതാവിനോടുള്ള കൊന്ത, അങ്ങനെയുള്ള കാര്യങ്ങള്, 5 നേരം പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 53 മണി ജപം എന്ന് പറയും, അതൊക്കെ അങ്ങ് ഞാൻ പാടെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിദേശ യാത്ര ചെയ്യാൻ ഒരു ഭാഗ്യം, ജോലിക്കായിട്ടൊരു വേക്കൻസി എനിക്ക് വന്നു. ഷാർജയിലേക്കാണ് ഞാൻ ജോലിക്കായിട്ട് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അവിടെ ചെല്ലുമ്പോൾ പള്ളിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അന്ന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ മുതിർന്ന ഒരു വലിയൊരു പുസ്തകമാണ്. അത് കൊണ്ടുപോകാൻ എനിക്കൊരു പേടിയല്ല, അതൊരു വല്ലാഴികയായിട്ട് തോന്നിയുകൊണ്ട് എനിക്കറിയത്തില്ല പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്ന ബൈബിളാണ് ഇന്നതെന്ന് കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ പൈസ 50 രൂപയ്ക്ക് എനിക്കൊരു ബൈബിൾ മേടിക്കാനിടയായി. കറുത്ത ബൈൻഡിന്റെ ഒരു പുസ്തകം. അത് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒഴിവ് കിട്ടുന്നതായ സമയത്തിൽ ഞാൻ ഇതിരുന്ന് വായിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ 3 വർഷം ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് വിസ കാലാവധി കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെ വീട്ടുകാരൊക്കെ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. എന്റെ ഉള്ളിലെ ഈ ചിന്തകൾ ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല. ഞാൻ വീണ്ടും ലീവ് കഴിഞ്ഞ് 4 മാസം എന്റെ ലീവ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് വീണ്ടും വിദേശത്ത് യാത്ര ചെയ്യാനിടയായി. അപ്പോഴും എന്റെ ഉള്ളില് എന്തൊക്കെയോ ഇങ്ങനെ അലട്ടുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ രണ്ടാമത് നാട്ടിൽ വന്നു, ആദ്യ പ്രാവശ്യം നാട്ടിൽ വന്നു വീണ്ടും പോയ സമയത്താണ് കർത്താവിന്റെ യഥാർത്ഥമായി ദൈവ സ്നേഹത്തിലേക്ക് ഞാൻ അടുക്കാനും ദൈവം എന്നെ കാണുന്നതായ ദൈവിക സ്നേഹത്തിലേക്ക് ഞാൻ വരാനിടയായത്. അതിനെക്കുറിച്ച് പറയാം. ഞാൻ 4 മാസം നാട്ടിൽ നിന്നെന്ന് പറഞ്ഞു. എന്നാൽ 3 വർഷത്തെ സാമ്പത്തികം വീട്ടിൽ വേണ്ടതുപോലെ ആക്കി കഴിക്കാനിടയായില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിതാവ് ഒരു മദ്യപാനിയാണ്. ഇന്ന് പപ്പ മരിച്ചുപോയി. അദ്ദേഹത്തെ കുറിച്ച് മോശം പറയാൻ ഒക്കത്തില്ല, എങ്കിലും യാഥാർത്ഥ്യം പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു ഭാരം എന്നെ അലട്ടാനിടയായി. അപ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ഭക്തി കുറഞ്ഞു പോയത് കൊണ്ടാണോ, എന്റെ വിശുദ്ധ കുർബാന ആയിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടത് പോയത് കൊണ്ടാണോ? അന്ന് എന്റെ ചെറിയ ബുദ്ധിയിൽ അങ്ങനെ ചിന്തിക്കാനിടയായി. എനിക്ക് ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകളല്ല, എന്റെ സാമ്പത്തികം ചോർന്നു പോയത്, ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു നിരാശയാകാനിടയായി. അങ്ങനെ നിരാശയായിരുന്നപ്പോൾ പാസ്പോർട്ട് ഞാൻ കമ്പനി ജോലി സ്ഥലത്ത് ചെന്നിട്ട് തിരിച്ചു കൊടുത്തില്ല. അത് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നുള്ളതാണ്, ഞാൻ തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത, ഇനിയും എല്ലാം ഒന്നേന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. 3 വർഷം എന്റെ കഴിഞ്ഞു പോയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ചിന്ത എന്നെ ഇങ്ങനെ അലട്ടാനിടയായി. ഉറക്കത്തിലും ജോലി സമയത്തും എപ്പോഴും ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ ഭരിക്കാനിടയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ഭക്തിയിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വന്നാൽ ഒരു പക്ഷേ എന്റെ വിഷയത്തിനൊക്കെ പരിഹാരം വരും. അങ്ങനെ വെള്ളിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളില് ഓഫ് ആയിട്ടിരിക്കുന്ന ദിവസം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഷാർജ കത്തോലിക്ക പള്ളിയിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ പോയി രാവിലത്തെ കുർബാന കണ്ട് തിരിച്ചു മടങ്ങി വന്നു. അപ്പോൾ സാധാരണ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിയിലൊക്കെ പോകുന്ന ഒരു സ്വഭാവമുണ്ട്, വെള്ളിയാഴ്ചയല്ലേ കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ എന്റെ റൂംമേറ്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലുള്ള എന്റെ ഒരു സ്നേഹിതൻ എന്നോട് കൂടെ ഉണ്ട്, അലക്സ് എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് സലീം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകാം, അല്ലെ കുർബാനയ്ക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു,
ഞാൻ ഇന്ന് പോയി, രാവിലെ പോയി. അപ്പം ആർക്കും എന്നെ അത് ഉൾക്കൊള്ളാനോ അത് വിശ്വസിക്കാനോ തയ്യാറായില്ല. നീ കള്ളം പറയുക. ഞാൻ പറഞ്ഞു ഞാൻ പോയെന്ന് പറഞ്ഞു, എന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു. എന്നാൽ ആ സഹോദരനോട് പറഞ്ഞു ടാക്സി ഫെയർ ഞാൻ തരാം, അതുകൊണ്ട് എന്റെ കൂടെ വാ. അങ്ങനെ ഞങ്ങള് ഷാർജയിൽ പള്ളിയിൽ പോയി 8:30 കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വരുന്ന സമയത്ത്, ഇന്നായിട്ട് ഒരു 20 വർഷം മുൻപാണ്, ഇത്രയും പുരോഗതി ഒന്നും ഷാർജ കൈവരിച്ചിട്ടില്ല. ചില ഇടങ്ങളിലൊന്നും കറണ്ട് ഇല്ല, വഴി മോശമാണ്. അപ്പൊ ഞങ്ങള് ടാക്സിയിൽ വന്നിറങ്ങി അല്പം ദൂരം ഞങ്ങൾക്ക് അകത്തേക്ക് നടക്കണം. ഇന്നത്തെ നാഷണൽ പെയിന്റ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ അടുത്താണ് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വഴിയിൽ യാദൃശ്യമായിട്ട് 3 സഹോദരന്മാര് വന്ന് അവർക്ക് നാഷണൽ പെയിന്റിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, സഹോദര, നാഷണൽ പെയിന്റിലേക്ക് പോകുന്ന വഴി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവരോടും പെട്ടെന്ന് കയറി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് സ്വഭാവം ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, അച്ഛന്മാരെ, ഞങ്ങൾ വഴി പറഞ്ഞു തരാം. ഒരു കാര്യമുണ്ട്, ചതുപ്പ് പോലെ മണ്ണ് പിടിച്ച് കിടക്കുന്ന സ്ഥലമാ, ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഈ കാറിനകത്ത് കയറ്റുകയാണ്, ഞങ്ങൾക്കും ഒരു ഉപകാരമാകും, നിങ്ങൾക്കും അത് ഉപകാരമാകുമല്ലോ. ആ വാക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 10 മിനിറ്റത്തെ യാത്രയുണ്ട്. ഞങ്ങൾ അതിനകത്ത് കയറി. പതുക്കെയാ വണ്ടി പോകുന്നത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് മീശയില്ലാത്ത വെള്ള വസ്ത്രധാരികളായിരിക്കുന്നവര് പെന്തക്കോസ്തുകാരാന്നുള്ള ഒരു അനുഭവം. അവിടെ ചെന്നപ്പോൾ ഇവരെ ഒന്നും ഞാൻ കാണാനിടയായില്ല. അങ്ങനെ ചില കാര്യങ്ങൾ, നാട്ടിൽ എവിടെയാണ്, ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരാണ്. അപ്പൊ 3 പേരിൽ ഒരാള് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, ഒരാള് കായംകുളംകാരനാണ്, ഒരാള് മാവേലിക്കരക്കാരൻ. അങ്ങനെ 3 പേരും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരു അച്ചായൻ എന്നോട് ദൈവാത്മാവിൽ എന്നോട് ഒരു കാര്യം ഇടപെടുവാൻ ഇടയായി. എന്തായെന്ന് ചോദിച്ചാൽ, എന്റെ ഹൃദയത്തിനകത്ത് അന്ന് വരെ ആരോടും ഞാൻ ഷെയർ ചെയ്യാത്തൊരു വിഷയമാണ് ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ആരോടൊന്നല്ല, എന്റെ പിതാവിനോടും മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ട് ഞാൻ കൊടുത്തില്ല, എങ്ങനെയെങ്കിലും ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്ന് നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് പറയാനിടയായി. അത് മാത്രമല്ല, അന്നത്തെ സമയത്ത് കാർഡ് ഇട്ടിട്ടാണ് ഫോൺ വിളിക്കുന്നത്. 30 ദരംസിന്റെ കാർഡ് ഇട്ടിട്ടാണ്, അത് പെട്ടെന്ന് തീരും. അപ്പൊ ക്യൂ നിന്നാണ്. അപ്പൊ ക്യൂ നിൽക്കുന്നെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരുണ്ടാകാം, ഇന്ത്യയിലെ പല സംസ്ഥാനക്കാരുണ്ടാകാം, അതുപോലെ തന്നെ പാകിസ്ഥാനികൾ ഉണ്ടാകാം, ശ്രീലങ്കക്കാരുണ്ടാകാം, ഫിലിപ്പീൻസുകൾ ഉണ്ടാകാം. ഇവരുടെയൊക്കെ ക്യൂവിനകത്ത് നിന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഈ കാര്യം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം കയറി വരും, നമുക്ക് ആത്മഹത്യ, എനിക്ക് കടത്തിനകത്ത് നിന്ന് മുങ്ങിപ്പോയി, ഇനി എനിക്ക് കയറി വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു. ഇത് ഞാൻ പറഞ്ഞത് ഈ അന്യഭാഷക്കാരായവരുടെ നടുവിൽ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞത്. എന്നാൽ ഈ യാത്രയില് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അച്ചായൻ, ഇന്ന് എനിക്ക് മനസ്സിലായി, ആത്മാവിൽ അദ്ദേഹം ഒന്ന് സംസാരിച്ചെന്ന്. അദ്ദേഹം എന്റെ നേരെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, സഹോദരൻ മരിക്കാൻ തക്ക വിധത്തിൽ പ്രേരണ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയിലല്ലേ നടക്കുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഈ കാര്യം കേട്ടപ്പോൾ ഒരു ഷോക്ക് ഏറ്റതുപോലെ ആയിപ്പോയി. പെട്ടെന്ന് എന്റെ കാൽപാദം മുതൽ അങ്ങ് ശരീരം മുഴുവൻ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, വണ്ടി ഒന്ന് ബ്രേക്ക് ഒന്ന് സൈഡാക്കാൻ പറഞ്ഞു. സൈഡാക്കി ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു, എന്റെ ഉള്ളിലെ കാര്യം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മകനെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ യാത്ര ഒരുപക്ഷെ വഴിതെറ്റി ഞങ്ങൾ ഈ വഴി വരാനും യാദൃശ്യമെന്ന് നമുക്ക് തോന്നിയെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ കയറാനും ഒക്കെ ഇടയായത് താങ്കളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പറയാൻ ഇടയായി. അങ്ങനെ ഞാൻ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പം ഞാന് 2002 മെയ് മാസമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഇടയായത്. അന്ന് ഞങ്ങളോട് പറഞ്ഞു, വരുന്ന വെള്ളിയാഴ്ച താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ പ്രാർത്ഥനയ്ക്ക് വരിക, ആരാധനയ്ക്ക് വരിക എന്ന് പറയാനിടയായി. ദുബൈയിൽ സത്വ എന്ന് പറയുന്ന ഇടത്താണ് ട്രിനിറ്റി ആരാധന നടക്കുന്ന ഇടം. ഇന്ന് അതൊക്കെ വിപുലീകരിക്കപ്പെട്ടു. 20 വർഷത്തിന് മുൻപുള്ള കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ എന്നെ വെള്ളിയാഴ്ചയായപ്പോ 10 മണിയായപ്പോ അവർ കാറും കൊണ്ട് വന്നു. ഒരു സജിച്ചായനെ, സെബാസ്റ്റ്യൻ ചായനെ, റോയ് ചായനെ, ഇവരെയൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അവര് എന്നെ ആരാധനയ്ക്ക് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഒരു 6 മാസം അങ്ങനെ ആരാധനയുടെ അനുഭവത്തിലേക്ക് പോകാൻ ഇടയായി. 6ാമത്തെ മാസം ആയപ്പോൾ എനിക്ക് തന്നെ ബോധ്യമായി, ഇത് സത്യമാണ്. ദൈവ കൽപ്പന അനുസരിക്കണം, മുഴുവൻ സ്നാനം വേണം. ഞാൻ വളർന്നു വന്നതായ ചുറ്റുപാടുകളൊക്കെ മിഥ്യമായിരിക്കുന്ന ധാരണകളാണെന്നൊക്കെ എനിക്ക് ബോധ്യമാകാൻ ഇടയായി. അങ്ങനെയാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് എന്റെ ആരംഭം കുറിക്കാനിടയായി. വീണ്ടും ഞാൻ വീട്ടിൽ വന്നു. ലീവിന് വീട്ടിൽ വന്നതായ സമയത്ത് വിവാഹ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവെ, എന്റെ പ്രാർത്ഥന പായില് എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തരണം.
അപ്പോൾ എനിക്ക് ഒരുക്കി തരണം. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വീട്ടിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മാസം ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഡ്രാഫ്റ്റ് വീട്ടിലേക്ക് അയക്കുമ്പോൾ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ വഴി പൈസ അയക്കുമ്പോൾ എന്റെ പപ്പ, ഞാനൊരു തമാശയായിട്ട് പറയുകയാണ്, പൈസയൊക്കെ കൈ കിട്ടി. അന്ന് സാധാരണ നിലവാരത്തിലാണല്ലോ വളരുന്നത്, ജീവിതത്തിൽ ഒത്തിരി പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പൈസ അവിടെ വരുമ്പോൾ എനിക്ക് പപ്പ ഫോണിലൂടെ ഒരു ചക്കര ഉമ്മ എനിക്ക് തരുമായിരുന്നു. പൈസ കൈ കിട്ടുമ്പോൾ എനിക്കൊരു ചക്കര ഉമ്മ. എന്നാൽ ഞാൻ ഈ പെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിലേക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവായും ദൈവമായും അംഗീകരിച്ചു കഴിഞ്ഞ് മുഴുവൻ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതാണ് പപ്പായുടെ ചക്കര ഉമ്മ. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്കിലും ഞാൻ ഈ വിവാഹ കാര്യങ്ങളൊക്കെ ഭവനത്തിൽ പറഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്ന് എതിർപ്പുണ്ടായി. അതിനെന്താ, വിവാഹം നീ ഈ നിലവാരത്തിൽ കഴിച്ചതിന് ശേഷം നിന്റെ വിശ്വാസത്തിലേക്ക് നിന്റെ കുടുംബത്തെ കൊണ്ടുപോയിക്കൂ എന്ന് പറയാനിടയായി. എന്നാൽ എനിക്ക് അതിനോട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് നാട്ടിൽ അങ്ങനെ സഹോദരന്മാര് വിശ്വാസികളായിട്ടുള്ള ബന്ധങ്ങളില്ല. എന്നാൽ എന്റെ സഭ, ഞാൻ ദൈവസഭയോട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ കല്ലുമല ദൈവസഭ എന്നുള്ള ഒരു അനുഭവത്തിലാണ് അവിടെ ആരാധിച്ചു വന്നത്. അങ്ങനെ എനിക്ക് ദൈവം ഒരു ജീവിത പങ്കാളിയെ ഒരുക്കി. അതിനുശേഷമായിട്ട് ഞാൻ വീണ്ടും ഒരു വർഷം കൂടെ ജോലി ചെയ്യുവാനായിട്ട് ദുബൈയിലേക്ക് പോകാനിടയായി. അങ്ങനെ പോകുന്ന സമയത്ത്, ജോലി ചെയ്യുന്നതായ സമയത്ത് എനിക്കൊരു ഉൾവിളി. അവിടെ മീറ്റിങ്ങിനൊക്കെ പോകുക എന്ന് പറയുന്നത് ദിവസങ്ങളിൽ മാത്രമേ മീറ്റിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഉൾവിളി. വേദപുസ്തകം വായിക്കും എന്റെ ഹൃദയത്തിൽ എന്നോട് തന്നെ ഇങ്ങനെ ആരോ പറയുന്നത് പോലെ, എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുക. ഇതെനിക്ക് അസഖ്യമായി വരികയാ. ഉറങ്ങാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ മുന്നിൽ നിന്നുകൊണ്ട് എന്നോട് പറയുകയാണ്, എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു. അത് കാഠിന്യമായി വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ എനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അതൊന്നും മുന്നും പിന്നും ഒന്നും നോക്കാതെ ഞാൻ വേഗം ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ ഞാൻ ദുബൈയിലെ ലൈസൻസ്, അത് ഒരു യൗവനക്കാരുടെ സ്വപ്നമാണ് ആ കാലഘട്ടത്തിൽ ദുബൈയിലെ ലൈസൻസ് എന്ന് പറയുന്നത്. ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അതെന്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ജോലി വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് വരാനിടയായി. നാട്ടിലേക്ക് വന്നതിന് ശേഷമായിട്ട് ഒത്തിരി പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ നേരിടാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പപ്പായുടെ ചക്കരവുമായി എനിക്ക് പിന്നെ ലഭിക്കാൻ ഇടയായില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞതായ വിശ്വാസം, എന്നെ കണ്ടതായ ദൈവമായിട്ടുള്ള ബന്ധം എന്റെ മാതാപിതാക്കളോട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ എന്റെ ഭവനത്തിലായിരിക്കുന്നവർക്ക് അതിനോട് ഉൾക്കൊള്ളാൻ തയ്യാറാകാൻ ഇടയായില്ല. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി തിരസ്കരണങ്ങൾ ജീവിതത്തിൽ വരാനിടയായി. എങ്കിലും എന്റെ സാക്ഷ്യം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം, ഇത്രയൊക്കെ ദൈവം ആയിട്ടൊരു ബന്ധം, ദൈവം എന്നെ കണ്ടു എന്ന ബോധ്യമുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ ഒരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ പോകാനിടയായി. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ നാട്ടിൽ വന്നു കുറച്ചു നാൾ ഭവനത്തിലൊക്കെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വിശ്വാസം, കത്തോലിക്ക അനുഭവത്തിലുള്ള വിശ്വാസവും ഞാൻ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലുള്ള വിശ്വാസത്തിലായിരിക്കുമ്പോൾ വീട്ടിൽ ചില സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ വാടകയ്ക്ക് വീടെടുത്ത് മാറാനിടയായി. അങ്ങനെ പെട്ടെന്ന് അപ്പൊ എന്റെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണല്ലോ, അങ്ങയുടെ വേല ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികൾ? എന്നെ സ്നേഹിക്കുന്നവർ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടതായ പരിചരണം തരേണ്ടിയവർ എന്നെ കൈക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള അല്പമായ ചിന്തകൾ എന്റെ ഹൃദയത്തിൽ വരാനിടയായി. അങ്ങനെ പെട്ടെന്ന് ജോലി വിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ചെറിയ പ്രായത്തിലാണ്, ഞാൻ 22ാമത്തെ വയസ്സിലാണ് വിദേശത്തേക്ക് പോയത്. കുറച്ചു നാളൊക്കെ അവിടെ ജോലി ചെയ്തു. നാടുമായിട്ടുള്ള ബന്ധമോ ഒരു പുതിയ ജോലി തലം തെരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് എന്റെ ജീവിതത്തിൽ വലിയ വൈഷമ്യമുള്ള കാര്യമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ 2012 ഞാൻ ഒരു ജോലി കണ്ടെത്തുവാനിടയായി. അത് മറ്റൊന്നുമല്ല, മിഷൻ വെച്ച് തെങ്ങയിൽ കയറുന്ന ഒരു ജോലി. അതിന് വലിയ ആയസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. വിദേശത്തെ രാജ്യത്തൊക്കെ ജോലിക്ക് പോയത് കൊണ്ട് അഭിമാന പ്രശ്നം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നു 3500 രൂപ മുടക്കി ഞാൻ ഒരു മിഷൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഞാൻ പെയിന്റിങ്ങിന് പോകുന്ന ഒരു ജോലി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അതിന്റെ ആ വീടിന്റെ അപ്പുറത്ത് വീട്ടില് ഇതുപോലെ ഒരാള് മിഷൻ വെച്ച് തെങ്ങേ കയറി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ വീക്ഷിച്ചു നോക്കി. എന്നെ നോക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇതിന് എന്നാ രൂപ? ഇതിന് 3500 രൂപ. ഇതുകൊണ്ട് എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും? അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു ദിവസം 1000 രൂപയിലധികം എനിക്ക് സമ്പാദിക്കാൻ പറ്റും.
അപ്പൊ ആ കാലത്ത് 2012 പെയിന്റിംഗ് ജോലിക്കാരന് തികച്ചും 350 രൂപയേ ഉള്ളൂ. അതിന്റെ 3 മടങ്ങ് ഈ പൈസ ഈ ജോലിക്കകത്ത് കിട്ടുന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഉച്ചവരെ ജോലി ചെയ്താൽ മതി, അത് കഴിഞ്ഞുള്ള സമയം എനിക്ക് ദൈവവേല ചെയ്യാം എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കാനിടയായി. മുന്നും പിന്നും നോക്കാതെ ആ സമയത്ത് എന്റെ ഭാര്യ ഗുജറാത്തില് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാന് ഭാര്യയോട് ഇത് കാര്യം ഷെയർ ചെയ്തില്ല, വീട്ടുകാരുമായി ഷെയർ ചെയ്തില്ല, വാടകയ്ക്ക് താമസിക്കുക. അങ്ങനെ ഇരിക്കെ ഞാൻ 3500 ഒരു ആഴ്ചയിലെ പൈസ എല്ലാം സേവ് ചെയ്ത് 3500 രൂപ ഉണ്ടാക്കി. പിറ്റേ ആഴ്ച ഈ മിഷൻ വാങ്ങി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ആ വീട്ടിൽ ഒരു നല്ലൊരു തെങ്ങുണ്ടായിരുന്നു. ആ വീട്ടില് ഞാൻ കയറി, ആ തെങ്ങിൽ കയറി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ നിന്ന് ഒരു ആന്റി എന്നെ വിളിച്ചു, മോനെ തേങ്ങ ഇടുന്ന ചേട്ടാ ഇവിടെയും കൂടെ വരണം എന്ന് പറയാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജോലി സക്സസ് ആണ്, ഇത് നല്ലൊരു കാര്യം ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ താഴെ ഇറങ്ങി അന്നത്തെ വേതനവും മേടിച്ച് അന്നത്തെ ജോലി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ കോട്ടയത്ത് സിറ്റിക്കകത്ത് എനിക്ക് ഒരു ചിന്ത ഇങ്ങനെ ഭരിക്കാനിടയായി. 1, 2, 3 അല്ല 5 അതിലധികമായിട്ടുള്ള വീടുകളിലൊന്നും ഞാൻ പോകത്തില്ല. ആയാസപ്പെടണ്ടല്ലോ, പറയുന്ന പൈസയിൽ അധികമായ പൈസ കിട്ടും. 3 മാസം. അപ്പോൾ ഞാൻ ഗൾഫില് ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടാനിടയായി. കിട്ടുക മാത്രമല്ല, എനിക്ക് ചില ചിന്തകളും കൂടെ ഭരിക്കാനിടയായി. ഇന്ന് എനിക്ക് സാമ്പത്തികമില്ലല്ലോ, എന്നെ ആരും എന്റെ മാതാപിതാക്കൾ എന്നെ തിരസ്കരിച്ചു, അവരുടെയൊക്കെ നടുവിൽ ശ്രേഷ്ഠതയോടെ ജീവിക്കണം, എനിക്കൊരു വീട് വെക്കണം, പിന്നെ സ്ഥലം വാങ്ങണം. ആ ഒരു ചിന്ത എന്നെ ഭരിക്കാനിടയായപ്പോൾ എന്റെ ഉള്ളിലെ വിശ്വാസം പതുക്കെ അങ്ങ് കുറയാനിടയായി. പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും സമയമുണ്ടല്ലോ, ദൈവവേല ചെയ്യാം. ഈ വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ വന്നത്. അതുകൊണ്ട് മാന്യത ലഭിക്കണമെങ്കിൽ സാമ്പത്തികം ഉണ്ടാകണം. അതുകൊണ്ട് ജോലി ഏത് തന്നെ ആയാലും സാരമില്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്നെ എല്ലാവരും അങ്ങനെ ഒരു തലത്തിലേക്ക് വന്നു. ഞാൻ വളരെ ഖേദമെന്ന് പറയട്ടെ, ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3ാമത്തെ മാസമായപ്പോൾ ഞാൻ 40 അടി പൊക്കമുള്ള ഒരു തെങ്ങിന്റെ മുകളിൽ നിന്നും വീഴാനിടയായി. എങ്ങനെ വീണു എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നതായ ഒരു സ്വഭാവമുണ്ട്. ദൈവാത്മാവ് എന്നോട് ഇടപെടും. 10 തെങ്ങുള്ള ഒരു ലൂയിസ് എന്ന് പറയുന്ന ഒരു സാറിന്റെ വീട്ടിലാണ് ഞാൻ 2ാമത്തെ പ്രാവശ്യം ഈ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് ആ പൈസ എല്ലാം തന്നിട്ട് എന്നോട് പറഞ്ഞു, സലീമെ ഈ തേങ്ങയൊക്കെ ഒരു സ്ഥലത്ത് മൂലയ്ക്ക് കൂട്ടിയിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എല്ലാം പറഞ്ഞു. 9 തെങ്ങ കയറി 9ാമത്തെ തെങ്ങിലേക്ക് കയറുന്ന സമയത്ത് ദൈവാത്മാവ് എന്റെ ഹൃദയത്തോട് പറഞ്ഞു, നീ വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ബുദ്ധി ഞാൻ പരത്തി നോക്കിയപ്പോൾ ഈ തെങ്ങ് ചാഞ്ഞു കിടക്കുക മാത്രമല്ല, അത് വെള്ളത്തിലോട്ടാ ചാഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ച് ദൈവത്തോട് പറഞ്ഞു, ഇല്ല, ഞാൻ വീണാലും എനിക്ക് നീന്തൽ അറിയാം, ഞാൻ വെള്ളത്തിലല്ലേ വീഴുന്നത്, ഞാൻ വെള്ളത്തിൽ നിന്ന് കയറിക്കൊള്ളാന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങും ദൈവ ആലോചനയ്ക്ക് വിരോധമായിട്ട് അതിനകത്ത് കയറി. ചരിഞ്ഞു നിൽക്കുന്ന തെങ്ങായതുകൊണ്ട് അല്പം ആയസപ്പെട്ടാണ് എങ്കിലും കയറിയെങ്കിലും മുറിവൊക്കെ ഉണ്ടാകാനിടയായി. 10ാമത്തെ തെങ്ങെന്ന് പറയുന്നത് നല്ല തുവർനിലത്ത് നിൽക്കുന്നത്, കട്ടിയായ പ്രദേശത്ത് നിൽക്കുന്നതാണ്. ഞാൻ അതിൽ ചെന്ന് ബെൽറ്റ് ഇട്ടു. അപ്പോൾ 9ാമത്തെ തെങ്ങിൽ പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് പാടെ മറന്നു. ഞാൻ 10ാമത്തെ തെങ്ങിൽ ബെൽറ്റ് ഇട്ടു, മുകളിൽ കയറി തേങ്ങയൊക്കെ താഴെ ഇട്ടു. എന്നാൽ എന്റെ ചിന്തയിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു സ്റ്റെപ്പ് 40 അടി പൊക്കമുണ്ട്, നല്ല കൊന്നത്തെങ്ങാണ്, ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങാനും എന്റെ വലത്തുകാലിലെ ആ മിഷന്റെ ബെൽറ്റ് ആ മിഷനുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ ബെൽറ്റ് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് അന്ന് 70 കിലോയിലധികമുണ്ട്. ഈ എന്റെ ബലം അതിൽ താങ്ങാൻ പറ്റാതെ കൈവിട്ട് ഞാൻ താഴെ പോകാനിടയായി. അങ്ങനെ രാവിലെ 10 മണി ആയപ്പോൾ ഞാൻ വീണ് താഴെ പോയി. പെട്ടെന്ന് ആ വീട്ടിലെ ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു. എന്നെ മെഡിക്കൽ കോളേജും ഈ വീണ സ്ഥലവും 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, അങ്ങേയറ്റം 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, കോൺട്രാക്ട് ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ബൈക്കുമുണ്ട്, അദ്ദേഹത്തിന് കാറുമുണ്ട്. അപ്പോൾ ഈ ബൈക്ക് വെച്ചിട്ട് കാർ എടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നത്, അദ്ദേഹത്തിന് സാധനമൊക്കെ, ജോലി സംബന്ധമായ സാധനം കയറ്റാൻ വേണ്ടി. ഇപ്പൊ ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. ആ പിഞ്ചു കുഞ്ഞിനെ താലോലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വല്ലാത്ത ഒരു ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി ഓടി വന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബ്ലഡിനകത്ത് കുളിച്ചു കിടക്കുക. ഈ ചെറുപ്പക്കാരൻ വന്ന് കണ്ടപ്പോൾ
അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഇതിന് എങ്ങനെ പരിഹാരം വരുത്തണം എന്നറിയത്തില്ല. ഒരു സഹോദരൻ ആണെങ്കിലും അദ്ദേഹം ഈ പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായി. പെട്ടെന്ന് ഈ കാർ എന്ന് പറയുമ്പോൾ ഈ കാറിനകത്ത് പെട്രോൾ ഇല്ല, ഒട്ടും പെട്രോൾ ഇല്ല. അദ്ദേഹം അത് മുന്നും പിന്നും ഒന്നും നോക്കിയില്ല. അടുത്ത വീട്ടിലെയാ കേട്ടോ, മുന്നും പിന്നും ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ അവിടുന്നുള്ള 3-4 പേരും കൂടെ ചേർത്ത് വണ്ടിക്കകത്ത് എടുത്തുകൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ OP വിഭാഗത്തിൽ കൊണ്ടുവന്നു. കാറിൽ നിന്ന് എന്നെ ഇറക്കി. പെട്രോൾ ഇല്ലാത്ത വാഹനമാണ്. കാറിൽ നിന്ന് ഇറക്കിയിട്ട് അവർ പിന്നെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, OP ആയതുകൊണ്ട് മെഡിക്കൽ കോളേജ് അല്ലേ, എപ്പോഴും വണ്ടി പാസ് ചെയ്തെന്നാണ്, ആംബുലൻസ് വരുന്നതാണ്. എന്നെ ഇറക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. പിന്നെ കുറച്ചു പേര് അവിടുന്ന് ഉന്തിയാണ് ആ വണ്ടി മാറ്റാനിടയായത്. അപ്പോൾ ഞാൻ വീണ സമയം മുതൽ ദൈവം എന്നെ കാണാനിടയായി. സാധാരണ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയും, ദുഷ്ടനായവൻ വീഴുവാൻ തക്കവണ്ണം തള്ളിയെങ്കിലും ദൈവം കരങ്ങളിൽ വഹിക്കാനിടയായി. അങ്ങനെ ഒരു ദൈവിക സംരക്ഷണം ഞാൻ വീഴ്ചയിൽ അനുഭവിക്കാനിടയായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം വരും, പെട്ടെന്ന് ബോധം പോകും. എനിക്ക് എന്റെ ഭാര്യ സഹോദരി ആ സമയത്ത് ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു മൊബൈൽ വാങ്ങിക്കൊണ്ടാണ് വന്നത്. ആ കാലഘട്ടത്തിൽ നോക്കിയയുടെ വീതിയുള്ള ഒരു സെറ്റ് അത് എന്റെ പോക്കറ്റിനകത്ത് വീഴുന്ന സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഈ സെറ്റ് പൊടിഞ്ഞുപോയി, വീഴ്ചയുടെ അഗാധതയിൽ അത് പൊടിഞ്ഞുപോയി. അതിനകത്ത് നിന്ന് സിം എടുത്ത് മറ്റൊരു ഫോണിനകത്തേക്ക് ഇട്ട് നോക്കിയപ്പോൾ ഫോണിനകത്ത് യാതൊരുവിധ നമ്പരും തെളിയുന്നില്ല. ഒരു നമ്പർ മാത്രം, അതൊരു ദൈവദാസന്റെ നമ്പരായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് പരിചയപ്പെട്ടുള്ള ഒരു ദൈവദാസന്റെ നമ്പരായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പിന്നെ എന്റെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, പറഞ്ഞു ഇന്നാണെങ്കിൽ സലീം ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് മെഡിക്കൽ കോളേജിലാണ്. പെട്ടെന്ന് അവരെല്ലാവരും വീട്ടിൽ വന്നു, ഹോസ്പിറ്റലിൽ വന്നപ്പോ എനിക്ക് വേഗം ബോധം ഉണ്ടാകും, ബോധം പോകും. അങ്ങനെ 4 മാസം ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെയാണ് സാധാരണ പറയുന്നത്, ഒരു കോഴിമുട്ട മുകളിലേക്ക് എങ്ങനെ പൊക്കിയിട്ടിട്ട് താഴെ വീണാൽ എങ്ങനെ കിടക്കും എന്നതുപോലെ എന്നെ ചൂലും കൊണ്ട് അടിച്ച് വാരിയാണ് എല്ലാരും കൂടെ വണ്ടിക്കകത്ത് കയറ്റി എന്ന് പറഞ്ഞ ആ വിധത്തിൽ കാലും കൈ എല്ലാം ക്ഷതമായി. ക്ഷതം മാത്രമല്ല, അസ്ഥിപഞ്ജരങ്ങളെല്ലാം വിട്ടുപോയി. വലത്ത് കൈയില് 4ആയിട്ട് ഒടിഞ്ഞിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക. ഇടം കൈയില് ഇവിടുത്തെ ഒടിഞ്ഞിട്ട് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുക. വലങ്കാലിലെ പെൽവിസും ജോയിന്റും എല്ലാം വിട്ടു. നടുവിന് ക്ഷതമായി. ഇടത്ത് കാലിന് മാത്രമേ യാതൊരുവിധ കുഴപ്പമില്ല, ബാക്കി മുഴുവനും രക്തത്തിനകത്തും മുറിവിനകത്തും. എന്നാൽ 4 ദിവസം വരെയും ഡോക്ടർമാര് പരിചരിച്ചിട്ട് എനിക്ക് ആന്തരികമായിരിക്കുന്ന കുഴപ്പങ്ങളൊന്നും അവർ കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്നെ അവരൊന്ന് എഴുന്നേൽപ്പിച്ച് ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് തന്നെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ എനിക്ക് അപ്പോൾ വേദന അകത്തൊന്നും തോന്നുന്നില്ല. പുറത്ത് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ബലമില്ലാതെ താഴേക്ക് വഴുതി പോകാൻ ഇടയായി. ഉടനെ അലറി കൂവി ഞാൻ ഇങ്ങനെ കരയാനിടയായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറിനകത്ത് കയറ്റി സ്കാൻ ചെയ്യാനിടയായി. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നടുവുമായിട്ടുള്ള ആ ബന്ധം ഇല്ലാതിരിക്കുകയാണ്, അത് പെൽവിസ് ഒടിഞ്ഞു പോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനിടയായി. ഇന്ന് എന്റെ ശരീരത്തിൽ 12,000 രൂപയുടെ രോഗങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ ഈ നിലയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. പോട്ടെ, അതിനുശേഷമായിട്ട് എന്റെ വിശ്വാസ ജീവിതം ഞാൻ തണുത്തുപോയെന്ന് പറയാനിടയായി. ഞാന് മെഡിക്കൽ കോളേജിന്റെ 14-ാം വാർഡിൽ ഓപ്പറേഷൻ, മേജറായിട്ടുള്ള ഓപ്പറേഷനുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ഇന്ന് നടക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ അതൊന്നും സമ്മതിക്കത്തില്ല. ലഘുലേഖ കൊടുത്തുകൊണ്ട് ഒരു പിതാവ് അതിലെ വന്നു. അപ്പം എന്നെ പരിചരിക്കുവാൻ എന്റെ ഭാര്യ സഹോദരി ഉണ്ട്, മാതാപിതാക്കളൊക്കെ ഉണ്ട്. എങ്കിലും അവരൊക്കെ ഇല്ലാതിരിക്കുന്നതായ ഒരു അനുഭവത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ട്രാക്റ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ വന്നു, എന്നോട് ചോദിച്ചു, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാനും ഒരു വിശ്വാസിയാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് എന്നതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം എടുത്ത വായിൽ ഞാൻ ഈ വിശ്വാസിയാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ, ആ പിതാവ് എന്നോട് പറയുകയാണ്, ബാലശിക്ഷയാണ് മകനെ എന്ന് പറയാനിടയായി. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്തുണ്ട്, അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ ശിക്ഷിക്കും എന്ന് ഈ വാക്ക് എന്നോട് പറയാനിടയായി. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് കോപം ഇരട്ടിയായിട്ടുണ്ടായി. സാധാരണ എനിക്ക് ഇന്നൊരു മകനുണ്ട്. കുഞ്ഞു പ്രായത്തിൽ ഈർക്കലി എടുത്ത് ഞാൻ ചെറിയ രീതിയിലൊക്കെ അവനെ ശിക്ഷിക്കാറുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ അപ്പന്റെ നല്ല ശിക്ഷണം കിട്ടിയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ആ ശിക്ഷണം എന്ന് പറയുമ്പോൾ അല്പനേരത്തെ വേദനയേ ഉള്ളൂ. ഇതുപോലെ നടുവൊടിഞ്ഞിട്ടും കൈ ഒടിഞ്ഞിട്ടും അസ്ഥികളെ ജോയിന്റ് വിട്ടുപോകുന്ന നിലവാരത്തിലൊന്നും അപ്പന്മാര് ശിക്ഷിക്കത്തില്ല.
ഞാൻ ഈ തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹവുമായിട്ട് ഇത്തിരി വാക്കേറ്റം ഉണ്ടാകാനിടയായി. ഞാൻ പറഞ്ഞു, അച്ചായൻ എന്താ ഈ പറയുന്നത്, നിർത്തുക, എനിക്ക് അച്ചായൻ പറയുന്നൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്റെ ശരീരത്തിനകത്താണ് ക്ഷതം വന്നിരിക്കുന്നത്, എന്റെ നാക്കിന് ക്ഷതമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വായിൽ നിന്ന് ചീത്തയൊന്നും കേൾക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിട്ടുപോയിക്കോളാൻ, എന്നെ പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ഉടനെ എന്നോട് പറഞ്ഞു ബാലശിക്ഷയാന്ന് പറഞ്ഞു. അതിന് ശേഷമായിട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എന്റെ വിശുദ്ധി നിന്നിൽ പ്രാപിക്കേണ്ടത്. എന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വിശുദ്ധി നമ്മിൽ ഉണ്ടാകേണ്ടതിന്. ഇന്ന് എനിക്ക് മനസ്സിലായി, ഒരു കണ്ണാടിയുടെ പ്രതിബിംബം എങ്ങനെയാണ് നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖം ആ കണ്ണാടിയിൽ പതിയുന്ന വിധത്തിൽ ക്രിസ്തുവുമായിട്ട് നമുക്കൊരു ബന്ധത്തിലേക്ക് വരണം. ആമേൻ, സ്തോത്രം. അതാണ് അന്ന് ആ പിതാവ് പറയാൻ ഇടയായത്, യേശുവിന്റെ വിശുദ്ധി എന്നിൽ തികഞ്ഞു വരണം. പ്രിയപ്പെട്ടവര്, ഈ വാക്ക് എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് എന്തോ വലിയൊരു പാര വെച്ച് എന്റെ ഹൃദയം കുത്തുന്നത് പോലെ, അല്ല, കുന്തം വെച്ച് എന്റെ കുത്തുന്നത് പോലെ എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ കിടക്കയിൽ കിടന്ന്, സത്യത്തിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, എന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാതാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിഗ്രഹങ്ങള് ദൈവവുമായിട്ട് യോജിപ്പില്ല, വിഗ്രഹങ്ങളും ദേവാലയവുമായിട്ട് യോജിപ്പില്ലെന്ന് വിശുദ്ധ പൗലോസിലൂടെ, കൊരിന്ത്യർ ലേഖനത്തിലൂടെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് മാനസാന്തരമാണ് ആവശ്യം. യേശുക്രിസ്തു ആമേൻ, സ്തോത്രം, പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരത്തിന്റെ ഫലം കായ്പിനെന്ന് യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് യഹൂദന്മാര് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവരോട് ആത്മാവിൽ നിറഞ്ഞ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെടുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, മാനസാന്തരമില്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥവും ഇല്ലാത്ത ശൂന്യമായിരിക്കുന്ന ഒരു ജീവിതമാണ്. എന്റെ ജീവിതത്തിൽ ഈ ശോധന വന്നപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വാസി എന്ന് അഭിമാനിക്കുന്നെങ്കിലും, ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് അഭിമാനിക്കുന്നെങ്കിലും, സ്നാനപ്പെട്ടെന്ന് അഭിമാനിക്കുന്നെങ്കിലും, ഈ അനർത്ഥം എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും ജനിക്കും, അതുപോലെ തന്നെ എല്ലാവരും മരിക്കും. മരിച്ചു പോയാൽ എനിക്കൊരു നിത്യത ലഭിക്കത്തില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ നല്ല ബോധ്യമുണ്ട്. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ സമയം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ പ്രിയ പിതാവ് പറഞ്ഞ കാര്യം എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് ഇങ്ങനെ പതിയുക, കുത്തുകൊള്ളുക. അങ്ങനെ ഞാൻ ആ കിടക്കയിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ദൈവസന്നിധിയിൽ എന്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കാനിടയായി. ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ഞാനൊരു തികച്ചും ഒരു പാപിയാന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുനാഥൻ കാൽവരിയിൽ ആ കുലക്കളത്തിൽ 3 ആണികളാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആമേൻ മരിക്കുവാൻ ഇടയായത്. അവസാനത്തുള്ളി രക്തം വരെയും എന്റെ പാപത്തിന്, മുഴുവൻ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശു ക്രിസ്തു ഈ പ്രാണത്യാഗം സഹിച്ചത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായി. ആമേൻ, സ്തോത്രം. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇനി ഈ പ്രായശ്ചിത്തം ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കൊക്കെ അറിയാം, യേശുക്രിസ്തു യാഗമായത് പ്രായശ്ചിത്തമായതാണ്. അവനിൽ വിശ്വസിക്കണം. നീ പാപിയാണെന്നുള്ളതും നിന്റെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തു വരുത്തിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. റോമലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആമേൻ, സ്തോത്രം, നീതീകരണം. അവിടെ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, വഴിപാടുകളോ നേർച്ചകളോ അങ്ങനെ ഇത്യാദി കാര്യങ്ങളിലൊന്നും നമുക്ക് നീതീകരണം പ്രാപിക്കാൻ ഒക്കത്തില്ല. യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുകയും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വചനം എന്റെ ഹൃദയത്തിൽ ആഴമായി പതിയാൻ ഇടയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ദിവസം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതായ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പൊട്ടിക്കരയുക, ഞാനൊരു പാപിയാന്ന് എനിക്ക് മനസ്സിലായി, എന്റെ പാപത്തിന് പരിഹാരം വരുത്തണം. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ, വിശ്വാസ ജീവിതത്തിന്റെ ആരംഭത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ എന്നെ തിരസ്കരിച്ചു. ഞാനൊരു നേഴ്സിനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അവര് എന്നിലും സാധാരണപ്പെട്ടവരാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ആ പെൺകുഞ്ഞിനെ പോയി കണ്ടു കഴിഞ്ഞു. വിവാഹത്തിൻ്റെതായ കാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദുബൈയിലേക്ക് ഞാൻ കൊണ്ടുപോകാം. അവര് അന്ന് എനിക്ക് സ്ത്രീധനമായി അല്പം നന്മ തരാനിടയായി. ആ പൈസ പോലും അവർക്ക് തരാനില്ലായിരുന്നു. അവരുടെ സ്വന്തം ഭവനം വിറ്റതിന് ശേഷമാണ് വിവാഹ ആവശ്യത്തിനായിട്ട് എനിക്ക് ഈ പൈസ തന്നത്.
ഈ ഈ അവസ്ഥയിൽ മരണതുല്യമായിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ അങ്ങ് പഴിക്കുക. ഞാൻ മുഖാന്തരമായിട്ട് ഒരു പെൺകുഞ്ഞിന്റെ ഭാവി തൊലച്ചല്ലോ, ഒരു പിതാവിന്റെ മാതാവിന്റെ സ്വപ്നം തകർത്തല്ലോ, അവർക്ക് ഇന്നൊരു ഭവനമില്ലല്ലോ എന്നൊക്കെ എന്റെ ചിന്ത ഇങ്ങനെ ഭരിക്കാനിടയായി. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ മരിക്കണം എന്നുള്ള ചിന്ത വീണ്ടും വരാനിടയായി. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്കിനി എഴുന്നേൽക്കാൻ പറ്റുമോ? ഡോക്ടർമാരെ ഡിസ്ചാർജ് ചെയ്തു പറഞ്ഞു, ഈ മനുഷ്യൻ ഇനി ഒരിക്കലും കിടക്ക വിട്ട് എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്. ആ ഒരു അനുഭവം എന്റെ ഉള്ളിൽ കിടക്കുക. എങ്കിലും മറുഭാഗത്ത് വചനം എന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ മനുഷ്യമാണല്ലോ. ആദ്യം ദൈവവചനവും ദൈവികമായ ബന്ധത്തിലേക്ക് നമുക്ക് അടുത്തു വരാൻ തക്കവിധം നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് വരെ പട്ടിണി എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ പിതാവ്, ഞാൻ പറഞ്ഞു, തികഞ്ഞും ഒരു മദ്യപാനിയാണെന്ന് പറഞ്ഞാലും വീട് നോക്കുന്ന കാര്യത്തിൽ പപ്പ 100% പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പട്ടിണി എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റേഷനരി ഞാൻ കഴിച്ചതായി എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ എന്റെ പിതാവ് നല്ലൊരു സംരക്ഷണത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നാൽ ഈ അവസ്ഥയിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പട്ടിണി, പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ എന്നെ തന്നെ പകയ്ക്കാനിടയായി. എനിക്ക് മരിച്ചാൽ മതി. എന്നെ കാണാൻ വരുന്ന സ്നേഹിതരോട് ഞാൻ പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ വരുന്ന പ്രാവശ്യം വരുമ്പോൾ ഒരു കുപ്പി വിഷം മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അല്പം കയർ മേടിച്ചുകൊണ്ട് വരണം. ഇത് രണ്ടും എനിക്ക് ചെയ്യാനൊക്കത്തില്ല. മേടിച്ചോണ്ട് വന്നാൽ പോലും എന്റെ കൈയും കാലും അഴങ്ങാതെ, കൈയെല്ലാം പ്ലാസ്റ്റർ ഇട്ട് കമ്പിയിട്ട് ശരീരം മുഴുവൻ ആ ഒരു വിധത്തിലാണ്. എങ്കിലും എന്റെ ചിന്ത ഞാൻ അവരോട് പറയാനിടയാകുന്നത്. ആരും അത് കേൾക്കാനിടയായില്ല. കേൾക്കാനിടയാകാതെ മാത്രമല്ല, പിന്നെ എന്നെ കാണാൻ വേണ്ടി ആരും അങ്ങനെ വന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ ഒരു ഗ്ലാസ് പാലിന് വേണ്ടി, എന്റെ കുഞ്ഞിന് അന്ന് 2.5 വയസ്സോളം പ്രായമുണ്ട്, ഒരു ഗ്ലാസ് പാലിന് വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിക്കാനിടയായി. അത് മാത്രമല്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു പഴയ വീട്ടിൽ 2 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഒന്ന് ഞങ്ങൾ രോഗിയായിട്ട് അവിടെ കിടക്കുന്നു, മറ്റൊരു മുറിക്കകത്ത്, ഒരു മുറിയുടെ വ്യത്യാസത്തിനപ്പുറത്ത് ഒരു കുടുംബമുണ്ട്. അവര് ഡ്രൈവറാണ്. അദ്ദേഹം പകൽ മുഴുവനും ജോലി ചെയ്ത് രാത്രി വരുമ്പോൾ സ്തോത്രം, അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഞങ്ങളോട് പാർക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞതായ അനുഭവത്തിൽ എനിക്ക് പ്രാർത്ഥന വീണ്ടും മടക്കിക്കൊണ്ട് വരണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ഭാര്യ പറയും, അച്ഛാ മിണ്ടാതിരി, അച്ഛന്റെ പ്രാർത്ഥന ഒച്ചയായി പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവളോട് പറയും രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് ഞാൻ പറഞ്ഞ് എന്റെ ഭാര്യനെ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ടവര്, ആ സമയത്തൊന്നും ദൈവികമായ ഇടപെടൽ എനിക്ക് വന്നിട്ടില്ല. എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തുകൊള്ളുന്നു. ഒരു രാത്രി സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി. എന്റെ പാപം ഞാൻ എന്റെ യേശുവിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കാനും കഴുകുവാനും, എന്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ എന്റെ സന്നിധി കിടക്കയില് തലയണയിൽ എപ്പോഴും കരയുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ എനിക്ക് ഒരു രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. എങ്ങനെയാണ് ഇടപെടുന്നത്? ഇന്ന് ഈ സ്ക്രീൻ ഉണ്ടല്ലോ, വലിയ സ്ക്രീന്, അത്രയും സ്ക്രീനില് എന്റെ കുറവുകൾ ദൈവം എഴുതി കാണിക്കുന്നത് വേറൊന്നുമല്ല. ഞാൻ കണ്ടത്, ഞാൻ വായിക്കാനിടയായത് ഇങ്ങനെ ഉറക്കത്തിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്: നീ ദൈവിക കാര്യത്തിൽ വിശ്വസ്തനല്ല. ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസ്തനല്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിലാണ് വളർന്നു വന്നത്. വിശ്വാസത്തിൽ വന്നു എന്നുള്ളത് ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരപ്പെടാതെ വിശ്വാസത്തിൽ വന്നത്, അതിന്റെ ഒരു കുറവൊക്കെ, ബലഹീനതകളൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം എന്നോട് ഇങ്ങനെ ഇടപെടുവാനിടയായി, നീ വിശ്വസ്തനല്ല എന്ന്. ഞാൻ കർത്താവിനോട് പൊട്ടിക്കരഞ്ഞു, കർത്താവെ, ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ കിടക്കയിൽ വെച്ച് ഇങ്ങനെ ഒരു ഉടമ്പടി ദൈവത്തോട് എടുത്തു. ഞാൻ ഇവിടുന്ന് ഡോക്ടർമാർ എന്നെ ചികിത്സിച്ച MBBSന് ഉള്ള ഡോക്ടർമാര് പറഞ്ഞു, ഈ മനുഷ്യൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെ ചികിത്സിച്ച ഡോക്ടർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ചെയ്യാൻ അല്പകാലം കൂടെ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ ചികിത്സിച്ചത്. അപ്പൊ ആ മനുഷ്യൻ എന്നോട്, എന്റെ വേണ്ടപ്പെട്ടവരോട് പറയുന്നത് കേട്ടു, ഈ ആയുസ് മുഴുവനും ഇദ്ദേഹം ബെഡിലാണ്, ഇനി വിശ്രമിക്കേണ്ടതെന്ന് പറയുന്നതായ ഒരു അനുഭവം ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, വൈദ്യന്മാർ എന്നെ ഉപേക്ഷിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പ്രിയപ്പെട്ടവര്, അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. ഞാനും എന്റെ ഭാര്യ സഹോദരിയോട് പറഞ്ഞു, നമുക്കൊന്ന് ഉപവസിക്കാം. അങ്ങനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഉപവാസം ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉപവാസമൊക്കെ എടുത്തിട്ട് ഒരു 3 മണി 4 മണി ആയപ്പോൾ എന്റെ കുഞ്ഞിനെ സ്കൂൾ വിട്ടു വരുന്നതായ ഒരു സമയമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞു, കുഞ്ഞു വരുന്നു, ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന വേറൊരു തലത്തിലേക്ക് കയറാനിടയായി. ആദ്യമേ ആരാധിച്ചു സ്തുതിച്ചു തുടങ്ങി. സ്തോത്രം പറഞ്ഞു തുടങ്ങി. ഞാൻ കിടപ്പിൽ തന്നെയാണ്, എങ്കിലും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ശക്തി എന്നെ ഭരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടാനിടയായി.
അങ്ങനെ ഞാൻ എന്റെ ഭാര്യ സഹോദരിയോട് പറഞ്ഞു, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചൊന്ന് നിർത്താവോ, എന്ന് ഇരുത്താവോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഭാര്യ നേഴ്സാന്ന് ഞാൻ പറഞ്ഞല്ലോ, അവളിലുള്ള നേഴ്സ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഇടയായിരുന്നു. അത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ പറയാ, ഇല്ല മോനെ, എന്നെ ദൈവം തൊട്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ അത്ഭുതം എന്റെ ജീവിതത്തിൽ വന്നിരിക്കുക. അപ്പൊ ഇത് പറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഉപവാസം ആയിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കട്ടെ എന്ന് പറയുന്നതായ ആ സമയത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എനിക്കൊരു വേദഭാഗം കേൾക്കണം, വായിച്ച് കേൾക്കണം. അതുകൊണ്ട് ഒരു വേദഭാഗം നീ ഒന്നെടുത്ത് വായിക്കാവെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ആ ഒരു ഭാഗമാണ് അന്ന് വായിക്കാൻ ലഭ്യമായത്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയത്തിൽ 3 മണി നേരത്ത് ആരാധിക്കാൻ പോകുമ്പോൾ ജന്മനാ മുടന്തനായിരിക്കുന്ന ഒരാള് അമ്മയുടെ ഉദരം മുതൽ, വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്ന, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരിക്കുന്ന ഒരാൾ അവിടെ ഭിക്ഷയാചിക്കും. അപ്പൊ എല്ലാ രാവിലെയും ഇദ്ദേഹത്തെ അവിടെ 4 പേര് എടുത്തുകൊണ്ട് വരികയായിരിക്കും, രാത്രി കൊണ്ടുപോവുകയായിരിക്കും. അതൊന്നും എഴുതിയിട്ടില്ല, എന്റെ ഭാവനയിൽ ഞാൻ അങ്ങ് പറയുക. അപ്പോൾ ഈ മനുഷ്യൻ പത്രോസിനെയും യോഹന്നാനെയും കണ്ടിട്ട് എല്ലാവരോടും ചോദിക്കുന്നത് പോലെ, ഭിക്ഷയാചിക്കുന്നവർക്ക് വലിയവരെന്നോ ചെറിയവരെന്നോ പണമുള്ളവരെന്നോ ഒന്നുമില്ല, ചോദിച്ചാൽ ആരെങ്കിലും തരണമല്ലോ എന്നുള്ള ഒരു നിലയിൽ ഇവരോടും, കർത്താവിന്റെ അഭിഷക്തന്മാരായിരിക്കുന്ന പത്രോസിനോടും യോഹന്നാനോടും ചോദിക്കുക, ഞങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും തന്നേച്ചു പോകാൻ. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പത്രോസിനെ സൂക്ഷിച്ചു നോക്കിയെന്ന് അവിടെ വായിക്കുന്നത്. എന്നാൽ പത്രോസ് ഇത് കേട്ടിട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്: പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വേദപുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ വായിച്ച ഒരു അനുഭവത്തിൽ ഞാൻ കത്തോലിക്ക വിശ്വാസം വിട്ടിട്ട്, അത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, വിശ്വാസം വിട്ടിട്ട് യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ വരാനിടയായത്. യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സുവിശേഷ ഭാഗങ്ങളിൽ നമുക്കറിയാം. എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അതറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് അന്നാ എനിക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ആ മുടന്തനെക്കാട്ടിലും പ്രയാസത്തിലായി കിടക്കുന്നത്. ആ മുടന്തൻ ഒരുപക്ഷെ കുടുംബമില്ലായിരിക്കാം, തലമുറയില്ലായിരിക്കാം, ഞാൻ അനുഭവിക്കുന്നത് പോലെ അനുഭവങ്ങളൊന്നും അനുഭവിക്കുന്നില്ലായിരിക്കാം, പട്ടിണി അനുഭവിക്കുന്നില്ലായിരിക്കാം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഭിക്ഷയാചിച്ച് പൈസ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങൾ കാണുമായിരിക്കാം. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത്, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക്, അല്ലെ ദൈവത്തെ തേടുന്നവർക്ക്, അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് എനിക്ക് യാഥാർത്ഥ്യമായും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കിടക്കയിൽ കിടക്കുക. ഈ വചനം എന്നെ വളരെ വലുതായിട്ട് സ്വാധീനിക്കാനിടയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, വായനയെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ദൈവത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു 40 വയസ്സ് വരെയും അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി കിടന്ന ആ മനുഷ്യനെ നീ ഞൊടി നേരം കൊണ്ട് സൗഖ്യമാക്കിയെങ്കിൽ എന്തുകൊണ്ട് എന്റെ വിഷയത്തിനകത്ത് നിനക്ക് ഇടപെട്ടുകൂടാ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവര്, പിന്നെ നടക്കുന്നത്, സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് അനുഭവത്തിൽ ഞാൻ പറയട്ടെ. ഞാൻ സാധാരണ എന്റെ സാക്ഷ്യം പറയുമ്പോൾ, എവിടെയെങ്കിലും മീറ്റിംഗ് ലഭിക്കുമ്പോൾ അല്പസമയം സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സമയത്തെ വേർതിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലുണ്ട് ട്രെയിൻ. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ ഡീസൽ വണ്ടിയായിരുന്നു, അതിനു മുന്നേ കൽക്കരി എഞ്ചിനായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് ഇലക്ട്രിക്കിൽ ആണ് ട്രെയിൻ പോകുന്നത്. അപ്പൊ മുന്നിലുള്ള എൻജിന് ആ ഇലക്ട്രിക് പോസ്റ്റുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ കണക്ഷൻ, ആ ഒരു ശക്തിയിലാണ് ഇത്രയും ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള ട്രെയിൻ വലിച്ചുകൊണ്ട് പോകുന്നത്. എന്റെ ശരീരത്തിൽ ഞാൻ പറയട്ടെ, അപ്പൊ ഈ റെയിൽവേയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ മെഗാവാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 25,000 വാട്ട്സിന് അധികമായിട്ടുള്ള ശക്തിയാണ് ഈ എഞ്ചിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഞാൻ എന്റെ ശരീരത്തിൽ ഈ കർത്താവ് വചനം എന്നോട് ഇടപെട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എന്തുകൊണ്ട് എന്റെ ശരീരത്തിൽ നിനക്ക് അത്ഭുതം ചെയ്തുകൂടാ? ഞാൻ നിന്റെ അത്ഭുതത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. അന്ന് മുടന്തന് സൗഖ്യമായെങ്കിൽ ഇന്ന് ഞാൻ ഈ കിടക്കയിൽ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ സ്ഥിതിയിൽ എന്റെ ശരീരത്തിലേക്ക് ഒരു അത്യന്ത ശക്തി അങ്ങ് വന്ന് ഇറങ്ങുകയായിരുന്നു.
ആമേൻ, സ്തോത്രം. ഒരു അത്യന്ത ശക്തി, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അത്യന്ത ശക്തി എന്റെ ശരീരത്തിലേക്ക് വന്നിറങ്ങി. കിടക്കയിലായിരുന്ന ഞാൻ എഴുന്നേറ്റ് അതിനകത്തെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഒരിക്കലും നടക്കത്തില്ല, അത് മാത്രമല്ല 12,000 രൂപയുടെ ശരീരത്തിൽ കമ്പിയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടും അതിന്റെ ബലത്തിൽ നടക്കാൻ പറ്റാതെ എന്നേക്കുമായി ആ ബെഡിൽ ആശ്രയം വെച്ച് കിടന്ന ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുന്ന എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാ ഞാൻ ഇന്ന് യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. ഒരിക്കലും കള്ളമല്ല, പോഷ്കല്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിച്ചവന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു ഉടമ്പടി എടുക്കാൻ ഇടയായി. എന്താ ഉടമ്പടി എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, അതിനു മുൻപുള്ള രാത്രിയിൽ ഞാൻ വിശ്വസ്തനല്ല എന്ന് ദൈവാത്മാവിനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനിയും മുതൽ ഇനി എനിക്ക് ആയുസ് തരുന്നെങ്കിൽ, ആരോഗ്യം തരുന്നെങ്കിൽ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നതായ ഒരു കാലഘട്ടം ദൈവം ഒരുക്കുന്നെങ്കിൽ ഞാൻ നിന്റെ വേല ചെയ്യാം എന്ന് പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാനിടയായി. ഇന്ന് ഞങ്ങൾ കുടുംബമായും ആമേൻ കർത്താവിന്റെ വയലിൽ ആ വേലയുടെ അനുഭവത്തിലായിരിക്കുന്നു. അങ്ങനെ അന്ന് എനിക്കൊരു വിടുതൽ കിട്ടി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വാട്ട്സ് ശക്തി എന്റെ ശരീരത്തിൽ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ അവിടെ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ചാടിയും തുള്ളിയും ആലയത്തിലേക്ക് ആ മനുഷ്യൻ പോയി. ഞാൻ ചാടിയും തുള്ളിയൊന്നും അല്ല പോയത്. എനിക്ക് ആ സമയത്ത് 2011 ഞാൻ വീഴുന്നത്. 2011 ഞാൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലുള്ളവർ പോലും എൻ്റെ വന്ന് പറഞ്ഞു, സലീം, ഈ CC ഇട്ടിട്ടാണല്ലോ വണ്ടി എടുത്തിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് വണ്ടി ഇങ്ങനെ തിരിച്ചതാ, ഇനി നിനക്ക് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു പാസ്റ്റർ ആയിട്ടിരിക്കുന്ന ഞാൻ, മോശമല്ല പറയുന്നത്, എന്റെ വിശ്വാസമായിട്ട് ഞാൻ ആ ഒരു നിലയിൽ അങ്ങ് പറയുക. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ തരുന്നില്ല, ഞാൻ ഉപയോഗിക്കാൻ വാങ്ങിയ വണ്ടിയല്ലേ, അത് ഞാൻ ഓടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഭാര്യ സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, നമ്മൾക്ക് എന്തിനാ ഇത്രയും വലിയ കടം ഉള്ളപ്പോൾ അദ്ദേഹം ചോദിച്ചെങ്കിൽ അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തേനെ. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലെ വിശ്വാസം കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കുന്ന കല്ലിനൊണ്ടൊരു സൗരഭ്യം. ഞാൻ നടുവൊടിഞ്ഞ് കിടക്കുന്നെങ്കിലും എന്റെ ഉള്ളിലെ വിശ്വാസം, എന്റെ ഭാര്യ സഹോദരി, നീ എന്താ കാണാത്തതെന്ന് ഞാൻ ചോദിക്കാനിടയായി. പ്രിയപ്പെട്ടവര്, അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ്, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചതിന് ശേഷമാണ് എന്നെ കർത്താവ് ഉയർത്താൻ ഇടയായത്. എന്നാൽ കൃപയാൽ എഴുന്നേറ്റ് നടന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ കയ്യിലും കാലിലും എല്ലാം ഈ കമ്പി ഉള്ളപ്പോൾ തന്നെ ആമേൻ, സ്തോത്രം, ഞാൻ എഴുന്നേറ്റ് നടക്കാനിടയായി. പിറ്റേ സൺഡേയിൽ ഞാൻ ആരാധനയ്ക്ക് പോകാനിടയായി. എന്നെ പലരും, ഞങ്ങള് 3 നിലയുള്ള ഒരു ആരാധന ഹാളിലേക്ക്, കോട്ടയം പട്ടണത്തിൽ ഒരു ആരാധന ആലയത്തിലേക്ക് ഞങ്ങൾ ഞായറാഴ്ച കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഞാൻ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ അവിടെയുള്ള സഹോദരന്മാരെല്ലാവരും എന്നെ പിടിച്ചു കയറ്റി, സ്റ്റെയർ കേസ് പിടിച്ചു കയറ്റാനൊക്കെ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ആരും പിടിക്കേണ്ട, കർത്താവ് എനിക്ക് സൗഖ്യം തന്നിരിക്കുകയാ. ആ ഞായറാഴ്ച ഞങ്ങള് ആരാധനയ്ക്ക് ആത്മീയ കൂടിവരവിൽ കടന്നുപോയി. ജീവിത സാക്ഷ്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ദൈവത്തെ ഉയർത്തി, ദൈവത്തെ നന്ദി പറയാനിടയായി. ശേഷമായിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ രാവിലെ ഓർത്തോ വിഭാഗത്തിലുള്ള തിങ്കളാഴ്ചയാ. ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. ക്യൂവിൽ ഞാൻ ഇരിക്കുകയല്ല, എന്റെ പ്രതിനിധീകരിക്കുന്ന എന്റെ സഹോദരി എന്റെ സമയമായപ്പോൾ എന്നെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ നടന്നാണ് എന്ന് പറഞ്ഞാൽ, ആ ഡോക്ടറെ പറഞ്ഞ് ഈ മനുഷ്യൻ നടക്കത്തില്ലെന്ന് പറഞ്ഞതായ സ്ഥാനത്ത് ഞാൻ ആ ഡോക്ടറിന്റെ മുന്നിൽ നടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യമായി. അദ്ദേഹത്തിന്റെ MBBS അദ്ദേഹത്തെ സമ്മതിപ്പിച്ചില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റ് ആണ്, ആമേ, പരിശോധിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ഒത്തിരി കറാസി ചെയ്യാൻ, നിന്നോട് ആര് പറഞ്ഞു എഴുതിട്ട് നടക്കാൻ? അപ്പോൾ ഞാൻ എന്റെ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ യേശു എനിക്ക് സൗഖ്യം തന്നെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള മനുഷ്യനാണെങ്കിൽ പോലും ലോകത്തിന്റെ ചിന്തയിൽ അത് യോജിക്കമാകത്തില്ല. എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് സ്ട്രക്ചർ കൊണ്ടുവന്നു, എന്നെ അവിടെ കിടത്തി. അതിനുശേഷമായിട്ട് സ്കാനിങ് അല്ല, മറ്റുള്ള കാര്യങ്ങളെ ഒക്കെ എടുക്കാനിടയായി. ശേഷമായിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, അല്പമായി നടന്നോളാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്പമായിട്ട് നടക്കാൻ പറഞ്ഞു. ആമേൻ. ഞാൻ കേൾക്കണം. ഞാന് വീട്ടിൽ വന്നതിന് ശേഷമായിട്ട് എന്റെ വണ്ടി സെൽഫ് ഇത്രയും നാള് 3 മാസത്തിലേറെയായി സ്റ്റാർട്ട് ആകുന്നില്ല. ഞാൻ വണ്ടി പതുക്കെ തള്ളി, കൈയും കാലും എല്ലാം കമ്പിയെല്ലാം ഊരി ആ സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ വീട്ടിൽ വന്ന ഉടനെ എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ പുറകിലേക്ക് കയറ്, ഞാൻ വണ്ടി ഓടിക്കാം. അവള് സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞാൽ, ഈ മഴ പെയ്യാതിരിക്കുമ്പോൾ മഴ പെയ്ത് കാണുന്ന നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. ആമേൻ, സ്തോത്രം. ആ ഒരു തളിർപ്പിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എഴുതി തള്ളിയ കേസാ.
അവൻ നടു ഒടിഞ്ഞ കേസാ, കൈയും കാലും ഒടിഞ്ഞു തൂങ്ങിയ കേസാ, ഒരിക്കലും നടക്കത്തില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞതാ. എന്റെ അനുഭവത്തിൽ ഞാൻ ഇനി മരിച്ചാൽ മതി എന്ന് ഞാൻ തന്നെ എന്നെ വിധി എഴുതിയതാ. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത്, സ്വർഗത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എന്റെ അനുഭവത്തിൽ എനിക്ക് വിളിച്ചു പറയാൻ പറ്റും. ആമേൻ, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിലോ നിരാശയിലോ കടങ്ങളിലോ ഭാരങ്ങളിലോ ആരെങ്കിലും, ആമേൻ, ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, എന്നെ വിടുവിച്ച 100% എന്നെ വിടുവിച്ച ദൈവം താങ്കളെയും വിടുവിക്കുവാൻ, താങ്കളുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മതിയായിരിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽക്കാലം ഞാൻ സാക്ഷ്യമായി യേശുവിനെ ഉയർത്തുന്നത്. ആമേൻ, സ്തോത്രം. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ബൈക്കിലേക്ക് കയറാൻ പറഞ്ഞു. ബൈക്കിൽ കയറി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞാൻ വീണം നിറഞ്ഞിട്ട് റീത്ത് മേടിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്, അല്ലെ മരിച്ചെന്ന് വിചാരിച്ചവരുടെ നടുവില് ഞാൻ എന്റെ ഭാര്യയെ, ആമേൻ, സ്തോത്രം, പുറകിൽ ഇരുത്തി ബൈക്കിൽ ആ വഴിയെല്ലാം യാത്ര ചെയ്യുവാനിടയായി. ആമേൻ, സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഗൾഫിൽ നിന്ന് നല്ല വരുമാന മാർഗം, നല്ല ജോലി എല്ലാം വിട്ട് ഉപേക്ഷിക്കാൻ ഇടയായ കാര്യം ദൈവവേല ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു പിന്മാറ്റക്കാരനായി പോയെന്ന്. ആമേൻ, സ്തോത്രം. ഈ പഴയ നിയമത്തിൽ യോന എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. യോനയുടെ പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചന ഭാഗത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം യോനയോട് പറയാണ്, നിനവയിലേക്ക് ചെല്ലാൻ പറയുക, നിനവയിലേക്ക് പോകും. അവിടെ അവിടുത്തെ പാപം എന്റെ കണ്ണിന് മുന്നിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് നീ അവിടെ വിളിച്ചു പറയണം, മാനസാന്തരത്തിന്റെ സന്ദേശം നീ അവിടെ അറിയിക്കണം. അപ്പൊ യോന ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോന അത് കേട്ടിട്ട്, യോനയ്ക്ക് താല്പര്യമില്ല, യൗവനക്കാരായിരിക്കുന്ന നമുക്കൊന്നും താല്പര്യമില്ല, ദൈവിക ചിന്തകളിലേക്ക് ഉൾക്കൊള്ളാൻ, ദൈവിക വഴിയിലേക്ക് നമ്മൾ വരാൻ നമുക്ക് താല്പര്യമില്ല. ആമേൻ, സ്തോത്രം. അവിടെ കേൾക്കണം, യോന അവിടെ വായിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചന ഭാഗത്തിൽ വായിക്കുന്നത്, കയ്യിലുള്ള പൈസ കൂലി കൊടുത്തിട്ടാണ് തർശീസിലേക്ക് പോകുന്ന കപ്പലിലേക്ക് കയറിയത്. നോക്കി, ആമേൻ, സ്തോത്രം. ആ കപ്പലിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. എന്ന് പറഞ്ഞാൽ, ആരെയെങ്കിലും ഒരുവനെ ദൈവം കണ്ടു കഴിഞ്ഞ് ദൈവഹിതപ്രകാരം അവനാകുന്നില്ലെങ്കിൽ നിഴല് പോലെ ദൈവം അവന്റെ പിന്നിൽ അവൻ പിന്തുടരുക എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ആരെങ്കിലും ശങ്കയോടെ ദൈവിക വാക്കിന് അനുസരണക്കേടിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നെങ്കിൽ, അവൻ, സ്തോത്രം, ദൈവം നിന്നെ ആരോമാർക്ക് ചെയ്തിരിക്കുക എന്ന് ഇന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവർ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. അതുകൊണ്ട് എന്ത് പറ്റി? യോന കൂലി കൊടുത്ത് യാത്ര ചെയ്തു. കപ്പലിനും ആ കടൽ ക്ഷോഭത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വന്നു. അവിടെ നോക്കി, യോന അടിത്തട്ടിൽ പോയി കിടക്കുകയാണ് അവിടെ വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. കപ്പലിൽ കയറിയ യോനയ്ക്ക് ഇന്ന് ടിക്കറ്റിനകത്ത് നമ്പർ ഉള്ളതുപോലെ യോനയുടെ ടിക്കറ്റിനകത്ത് നമ്പറുണ്ട്. അതിനകത്ത് അനേക ആൾക്കാര് യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ യോനയെ ഇതാര് മുഖാന്തരമാണെന്ന് അവർ അന്വേഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അവർ ഇവിടെ എല്ലാം അന്വേഷിച്ചപ്പം ഈ നമ്പറുള്ള ആളെ കാണുന്നില്ല. അവര് കപ്പലിന്റെ അടിത്തട്ടിൽ വന്നു കഴിഞ്ഞപ്പം, ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, കപ്പൽ മുങ്ങാൻ പോവുകയാണെങ്കിലും എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് പറഞ്ഞ് യോന കിടന്നുറങ്ങുക. ഇന്ന് അനേകർ അങ്ങനെ, ആമേൻ, സ്തോത്രം, കിടന്നുറങ്ങുക. എന്നാൽ അവര് യോനയെ ചെവിക്ക് പിടിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞ ചെവിക്ക് പിടിച്ച് കപ്പലിന്റെ മുകൾ തട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുക, നീ ആരാണ്? അപ്പോൾ യോന പറയുന്നുണ്ട്, പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, കള്ളം വെളിച്ചത്തായെന്ന്, ആമേൻ, സ്തോത്രം, യോനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ യോന പറയുക, ഞാനൊരു എബ്രായ ബാലനാണ്, ഭൂമി കരയെയും കടലിനെയും കരയെയും ഭൂമണ്ഡലത്തെ എല്ലാം സൃഷ്ടിച്ച ആ സൃഷ്ടാവായ ദൈവത്തെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് യോന പറയാനിടയായി. ആമേൻ, സ്തോത്രം. പിന്നെ കേൾക്കണം, പിന്നുള്ള കാര്യം യോന തന്നെ പറയുക, ഞാൻ മുഖാന്തരമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മാതാവും പിതാവും എന്നെ തള്ളാനിടയായി, എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവര്, ഞാൻ യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, യഥാർത്ഥമായ രക്ഷ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവസ്ഥമാക്കി കഴിഞ്ഞപ്പോൾ, എന്റെ പിതാവും മാതാവും എന്നോട് പറയാനിടയായി, മോനെ, നീ കണ്ടതും നീ ഇന്ന് ആമേൻ ആയിരിക്കുന്നതായ തരം തന്നെയാണ് ഏറ്റവും ഉചിതമാകുന്ന വിശ്വാസം എന്നോട് പറയാനിടയായി. ഇന്ന് എന്റെ മാതാവ് മരിച്ചിട്ട് 7 വർഷം കഴിയുന്നു. എന്റെ പിതാവ് മരിച്ചിട്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്ന് ആമേൻ, സ്തോത്രം, അവര് നിത്യതയുടെ തുറമുഖത്തുണ്ട്. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആമേൻ, സ്തോത്രം. മനുഷ്യനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റും, ഭാര്യയെ കളിപ്പിക്കാൻ പറ്റും, മക്കളെ കളിപ്പിക്കാൻ പറ്റും, അധ്യാപകനെ കളിപ്പിക്കാൻ പറ്റും,
ജോലി ആയി തന്നിരിക്കുന്ന യജമാനനെ കളിപ്പിക്കാൻ പറ്റും. എന്നാൽ ആമേൻ 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 സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ ഒരിക്കലും നമുക്ക് കളിപ്പിക്കാൻ ഒക്കത്തില്ല. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കണ്ണിന് മുന്നിൽ സകലതും നഗ്നവും മലർന്നും തുറന്നുമിരിക്കുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യം. പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, സൂര്യനെ നിർമ്മിച്ചവൻ, ചന്ദ്രനെ നിർമ്മിച്ചവൻ, കോടാനകോടി ഗാലക്സികളെ നിർമ്മിച്ചവൻ ഒരുവനുണ്ട് കേട്ടോ. അവന്റെ മുന്നിൽ സകലതും നഗ്നമായും സകലതും മലർക്ക് തുറന്നിരിക്കുകയാണ്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുവാൻ കർത്താവിന് കഴിയും. മടങ്ങി വരുന്നെങ്കിൽ ആമേൻ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ അപ്പന്റെ ഭവനത്തിൽ നിന്നും അപ്പന്റെ സമ്പത്ത് വാങ്ങിക്കൊണ്ട് പോയതായ ഒരു ധൂർത്തപുത്രനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, താൻ അപ്പന്റെ സമ്പത്തെല്ലാം ചെലവഴിച്ചു. നാനാവിധത്തിൽ ചെലവഴിച്ചതിന് ശേഷം പന്നീനെ പരിചരിക്കാനുള്ള ജോലി ചെയ്യുക. അവിടെ പന്നിക്ക് കൊടുക്കുന്ന വാളും പയറ് പോലും ലഭ്യമാക്കാതെ വന്നപ്പോൾ തനിക്ക് ബോധ്യമായി, എന്റെ പിതാവിന്റെ വാസസ്ഥലത്ത് ആമേൻ എന്റെ പിതാവിന്റെ ജോലിക്കാര് 3 നേരമല്ല 4 നേരം അധികമായി കഴിക്കുന്നു. അവര് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇതിനെല്ലാം അർഹനായിരിക്കുന്ന ഞാൻ പന്നിയുടെ കൂമ്പാരത്തിൽ കിടക്കുകയാ. ആ വിഴുപ്പ് പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആമേൻ എന്ന് പറയാനിടയായി. എന്നാൽ അവിടെ ആ മകൻ ഇങ്ങനെ ദൈവത്തോട് പറയുക, കർത്താവേ, ദൈവമേ, ഞാൻ നിന്നോട് പാപം ചെയ്തു. എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രാണനോടെ സ്നേഹിക്കുന്ന ആമേൻ നിന്നോട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് ആ മകൻ മടങ്ങി വരുന്ന ഒരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ കേൾക്കണം. അന്ന് മുതൽ മകൻ തിരികെ അപ്പനിൽ നിന്നും അകന്നു പോയ അന്നു മുതൽ വീടിന്റെ മട്ടുപ്പാവിന്റെ മുകളിൽ കയറി മകന്റെ വരവ് നോക്കി നിൽക്കുന്ന ഒരു പിതാവിനെ നമുക്ക് അതിനകത്ത് കാണാൻ 15 അധ്യായത്തിൽ കാണാൻ പറ്റും. നോക്കിയേ, ഒരിക്കലും ആളറിയാൻ വയ്യാത്ത ഒരു ജീവിത സാഹചര്യത്തിലെ ഈ മകൻ എന്ന് പറഞ്ഞാൽ, കവളെല്ലാം ഒട്ടി, മുഷിഞ്ഞ ഡ്രസ്സ്, അവൻ വസ്ത്രമെല്ലാം കീറി പറഞ്ഞു, ചെരുപ്പില്ല, അവൻ സ്തോത്രം, വാടിക്കുഴഞ്ഞ മുഖം, കുളിച്ചിട്ടില്ല, ജടാധര ബാധിച്ചിരിക്കുന്ന മുടി, അവൻ സ്തോത്രം, ഇത്രയും ക്ഷീണിതനായിരിക്കുന്നെങ്കിലും പിതാവ് അവൻ ആ മകന്റെ ചലനങ്ങൾ വീക്ഷിച്ചു. ദൂരേക്ക് വെച്ച് തന്നെ എന്റെ മകനാണ് മടങ്ങി വരുന്നെന്ന് ആ പിതാവിന് നല്ല ബോധ്യമായി. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആ പിതാവായ ദൈവം ആ മട്ടുപ്പാവിൽ നിന്നും ആ സന്ദേശത്തിൽ ആ മട്ടുപ്പാവിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് ആ മകനെ അവൻ ആലിംഗനം ചെയ്ത് ചെരുപ്പിടിപ്പിച്ച് അവൻ മോതിരം അർഹതപ്പെടുന്ന സ്ഥാനത്ത് മോതിരം ഇടിയിപ്പിച്ച് ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതായ ഒരു പിക്ചറിന് ആ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പാപത്തിൽ ജനിക്കപ്പെട്ടവനായി, പാപത്തിൽ ജീവിക്കപ്പെട്ടവനായി, പാപ സാഹചര്യത്തിൽ ജീവിക്കപ്പെട്ടവനായി ഞാൻ വളരാനിടയായി. എന്നാൽ ഞാൻ പറഞ്ഞുവല്ലോ, ചെറിയ പ്രായത്തിൽ ഞാൻ ഭക്തിമാർഗത്തിൽ വളർന്നുവെന്ന്. വിശുദ്ധ ബൈബിൾ വായിക്കാൻ ഇടയായത്, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഞാൻ ഇത് ചെയ്യുവാൻ ഇടയായത് എന്റെ ദൈവം എന്നെ അവിടെ ഇടപെടുവാൻ ഇടയായത് കൊണ്ടാണ്. ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. അന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാനും മരിച്ചു പോകാം. മരിച്ചാൽ ഞാൻ നിത്യ നരകത്തിന് അർഹനായി തീർന്നേനെ. എന്നാൽ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹമാണ് ഇത്രയധികമാകുന്ന വിഷയത്തിന്റെ നടുവിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും, പ്രതിസന്ധികൾ, ശരീരഭാഗങ്ങളെല്ലാം ഒടിഞ്ഞു തൂങ്ങേണ്ടി വന്നെങ്കിലും ആമേൻ സ്തോത്രം, സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എന്റെ ജീവിത അനുഭവത്തിൽ ഇന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് കുടുംബമായി ഇന്ന് കർത്താവിന്റെ വേലയിലായി തീർന്നിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. മറ്റു പഠന കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും മുഴിപ്പിക്കാൻ പറ്റിയില്ല. ജീവിത സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടും ആമേൻ സ്തോത്രം, എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ചിങ്ങവനം എന്ന പ്രദേശത്താണ് ഞങ്ങൾ വേല ചെയ്യുന്നത്. ഞാൻ ഈ കിടക്കുന്ന അനുഭവത്തിൽ, ഞാൻ വീണിട്ട് എഴുന്നേൽക്കുന്നതിനെക്കാട്ടി മുന്നം രാത്രി ദർശനത്തിൽ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ചിങ്ങവനം എന്ന് പറയുന്നതായ ദേശത്ത് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്, അവിടെയാണ് നിന്റെ വേല. അപ്പോൾ എനിക്ക് ചിങ്ങവനമായിട്ട് വലിയ പരിചയമില്ല. ചിങ്ങവനത്തിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറം തുരുത്തി എന്ന് പറയുന്നിടത്താണ് എന്റെ ജന്മസ്ഥലം. ചങ്ങനാശ്ശേരി തുരുത്തിയിലാണ് എന്റെ ജന്മസ്ഥലം. ചിങ്ങവനം എന്ന് പറയുന്നതായ പ്രദേശം, അന്നത്തെ എന്റെ ചെറിയ പ്രായത്തിൽ അവിടെ ഒരു സിനിമാ കൊട്ടകയുണ്ട്, സെന്റ് ജോർജ് തിയേറ്റർ എന്നാണ് ആ തിയേറ്ററിന്റെ പേര്. എന്റെ ഉറക്കത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്, സെന്റ് ജോർജ് തിയേറ്റർ കണ്ടിട്ട് അതിനകത്ത് ഒത്തിരി ജനം ഇരിക്കുക. അതിന്റെ നടുവിൽ, അന്ന് ഞാൻ പാസ്റ്ററും അല്ല, വനം പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ഡെഡിക്കേറ്റഡിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. എന്നെ ദൈവം ദർശനം മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
പിറ്റേ ദിവസം ഞാൻ എഴുതിട്ടിട്ട് എന്റെ ഭാര്യ സഹോദരോട് പറഞ്ഞു, മോനെ നമുക്ക് വേലയുണ്ട്, വേല ചിങ്ങവനത്താന്ന് പറയാനിടയായി. പ്രിയപ്പെട്ടവര്, വീണ്ടും എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യവും എന്റെ ബുദ്ധിയും കൂടെ യോജിക്കാതെ വന്നു. ഞാൻ എഴുന്നേറ്റ് നടന്നു. ഇമ്പോസിബിൾ ആയിരുന്ന കാര്യത്തെ ദൈവം പോസിബിൾ ആക്കിയെങ്കിലും വേലയുടെ മുഖത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ, ചിങ്ങവനം എന്ന് പറയുന്നത് പാരമ്പര്യമായിരിക്കുന്ന ഓർത്തഡോക്സുകാരും യാക്കോബിറ്റുകാരും അങ്ങനെ പാരമ്പര്യമായിരിക്കുന്ന ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, നല്ല അടിസ്ഥാനമുള്ള ഒരു ദേശമാണ് ചിങ്ങവനം. ഞാൻ അവിടെ ചിങ്ങവനത്ത് വന്നപ്പോൾ ഈ കേരളത്തിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല. അവൻ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് 7 8 ദേവാലയങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ അവിടെ വന്ന് സുവിശേഷം അറിയിക്കാൻ എന്നോട് ദൈവം പറഞ്ഞു. ഞാൻ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ഹാൻഡ്സെറ്റ്, ഒരു കോളാമ്പി മൈക്കുമായിട്ട് അതിനെ വന്ന് സുവിശേഷം പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ ഈ ദേശം വീക്ഷിച്ചപ്പോൾ സമ്പന്നരാണ്, അതുപോലെ തന്നെ ഇത്രയും പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ സുവിശേഷം ഇവിടെ ചെലവാകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കിവിടെ നടക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, യോനയെ പോലെ ഞാൻ അവിടം വിട്ടോടി എന്ന് പറഞ്ഞാൽ കുറിച്ചി എന്ന് പറയുന്ന ഒരു ദേശം. കേരളത്തിൽ ആദ്യമായിട്ട് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരിക്കെ സാധാരണ ജനത്തിന് 4-5 സെന്റ് സ്ഥലം പതിച്ചു കൊടുത്തത്, കോളനി ആയിട്ട് പതിച്ചു കൊടുത്തത് കുറിച്ചിയിലാണ്. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എന്നെ കേൾക്കുവാൻ സാധാരണക്കാർക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ കുറിച്ചിയിൽ പോയി സുവിശേഷം പറഞ്ഞോളാം. നിന്റെ വേല ഞാൻ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവര് കേൾക്കണം, എനിക്ക് കുറിച്ചിയില് ഒരാള് പ്രാർത്ഥിച്ച് ഒരു വിടുതൽ അനുഭവം ഉണ്ടായപ്പോൾ ആ പ്രിയ പിതാവ് എനിക്കൊരു ഹോള് തന്നു, വാടകയില്ലാതെ. ഞങ്ങൾ 2 വർഷം എന്റെ ജീവിത അനുഭവ സാക്ഷ്യം, എന്റെ സഭയിലെ ഒരു ആന്റിയുടെ ജീവിത അനുഭവ സാക്ഷ്യങ്ങളും കൂടെ ഞാൻ ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ട് 5000 കോപ്പിയാണ്. എന്നാൽ 2000 വീടുകളോളം ഞാനും എന്റെ ഭാര്യ സഹോദരിയും കയറി ഇറങ്ങിയിട്ട് ഒരാളെ പോലും ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലഭിച്ചില്ല. 2 വർഷം പോയി കഴിഞ്ഞു. വീണ്ടും ഞാൻ ദൈവത്തോട് പറയുക, എന്റെ വിശ്വാസം പരാജയപ്പെട്ടു. ആമേൻ, സ്തോത്രം. എന്നെ കൊണ്ട് വേല ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ അതുകൊണ്ട് ഇന്ന് വേല ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാമ്പത്തികമില്ല. ഞാൻ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ഞാൻ പോയിക്കോട്ടെ എന്ന് പറയാനിടയായി. അങ്ങനെ ഇരിക്കെ ഒരു പിതാവ് ഇന്ന് നിത്യതയിലായിരിക്കുന്നു. ഒരു ദൈവദാസൻ എന്നോട് വന്ന് പറഞ്ഞു, മോനെ, നിന്നോട് ദൈവത്തിന്റെ ആലോചന പറയാനുണ്ട്, നീ ഈ ദിവസങ്ങളിൽ ഉപവസിക്കണമെന്ന് പറയാനിടയായി. ഞങ്ങൾ അത് ഏറ്റെടുക്കാനിടയായി. ഞാനും എന്റെ ഭാര്യയും കൂടെ 21 ദിവസക്കാലം ഉപവസിക്കാൻ ഇടയായപ്പോൾ അതിന്റെ അവസാന പീരീഡിൽ ദൈവത്തിന്റെ ആത്മാവ് ദർശനത്തിലൂടെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ദേശം ചിങ്ങവനമാണ്. നീ ചിങ്ങവനത്ത് വന്ന് വേല ചെയ്യുന്നെങ്കിൽ ആമേൻ, നിന്നിൽ ഞാൻ പ്രസാദിക്കും. അനേക ദൈവാത്മാക്കളെ ഞാൻ നിനക്ക് നൽകും എന്ന് പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, മുന്നും പിന്നും നോക്കാതെ ദൈവിക ആലോചന പ്രകാരം ഞാൻ പിറ്റേ സൺഡേയിൽ ആരാധനയുടെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഹോളിൽ നമ്മൾ ഇവിടെ ആരാധിക്കുന്നത് ഇന്നുകൊണ്ട് നിർത്തുകയാണ്. ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവര് എന്നോട് പറഞ്ഞു, ദൈവദാസനായിരിക്കുന്നവർക്ക് ഇങ്ങനെ പറയാൻ ഒക്കത്തില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിളിച്ചോണ്ട് വന്നിട്ട് ആഹാരമില്ലാതെ ആകുന്ന ഒരു അവസ്ഥയാണല്ലോ എന്നവർ പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പൊഴിഞ്ഞുപോയി. അവിടുന്ന് കിട്ടിയവരെല്ലാവരും പൊഴിഞ്ഞുപോയി. എന്നാൽ ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞും കൂടെ ആ ഹോളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും കയറി അതിനകത്ത് ആരാധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമുള്ള ഒരു ഹോള്. ചിങ്ങവനത്തേക്ക് വരുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, 200 പേരിലധികം ഞാൻ നിനക്ക് തരാം. കേൾക്കണം, ദീർഘകാലമായിട്ട് അവിടെ ഒരു ആരാധന നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് ചാച്ചിയമ്മ ഓഡിറ്റോറിയം എന്നാണ് ഓഡിറ്റോറിയത്തിന്റെ പേര്. അതിനകത്ത് 200 കസേരയിലധികം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സൺഡേ കഴിഞ്ഞ് പിറ്റേ ആ സൺഡേയിൽ ഇവിടെ ആരാധിക്കണം. ഞങ്ങൾ എവിടെ പോകണം, ആരാധിക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതായ സമയത്ത് എന്റെ ഭാര്യ സഹോദരിയോട് ദൈവാത്മാവ് പറഞ്ഞു, റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആരാധനാലയം ഒരുക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ച് ഈ ആലയത്തിൽ വന്നപ്പോൾ അവരുടെ ഓണർ, ആ ഹോളിന്റെ അധികാരപ്പെട്ടവർ പറഞ്ഞു, പെന്തക്കോസ്തുകാർക്ക് ആരാധന കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര കോലാഹലമാണ്, ദേശക്കാർക്കൊന്നും കിടന്നു പോകാനൊക്കത്തില്ല. അങ്ങനെ SP ഓർഡറില് അവിടെ ആരാധിച്ചിരുന്നതായ ദൈവദാസനെയും ആ സഭയെ എല്ലാം അവർ ഇറക്കി വിട്ടു. അവരിന്ന് വേറെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധിക്കുന്നുണ്ട് ആ ദേശത്ത് തന്നെ. എന്നാൽ ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, വസ്തിയെ മാറ്റിയിട്ട് എസ്തേറിനെ ദൈവം കേറ്റാനിടയായി എന്നതുപോലെ. പ്രിയപ്പെട്ടവര്, ഞങ്ങൾ ആ ഞായറാഴ്ച അവിടെ ചെന്ന് അവരോട് ഞാൻ നിർബന്ധിച്ചു, ഞങ്ങൾ നാച്ചുറൽ ആയിട്ട് കൈകൊണ്ട് ആരാധിക്കുന്നവരാണ്, ഞങ്ങൾക്ക് വലിയ വാദ്യ ഉപകരണങ്ങളൊന്നുമില്ല, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വലിയ ശബ്ദമൊന്നും പുറത്തു പോകത്തില്ല എന്ന് പറഞ്ഞു. ആ വാക്ക് അവര് കേട്ടു. ഒരു ആഴ്ചയിൽ ആരാധനയ്ക്ക് 1000 രൂപ മുടക്കി ആ ഹോളിനകത്ത് ഞങ്ങൾ ആരാധിക്കാൻ ഇടയായി. ഞങ്ങൾ 3 പേര് ആരാധിക്കുന്നതായ അനുഭവത്തിൽ 100ഓളം വ്യക്തി ജീവിതങ്ങൾ അതിനകത്ത് കടന്നു വന്ന് ആരാധിക്കാൻ ഇടയായി.
നടക്കത്തില്ലെന്ന് പറഞ്ഞതായ പല വിഷയങ്ങൾ, കുടുംബങ്ങൾ തകർന്നതായ വിഷയങ്ങളുണ്ട്, ക്യാൻസർ വന്ന് ശരീരം ഭാഗം എടുത്തു മാറ്റിയതായ വിഷയങ്ങളുണ്ട്, മരണമായിട്ട് മല്ലടിച്ച് മരിച്ചു പോകുന്നതായ വിഷയത്തിൽ താളടിയായി പോകേണ്ട അനുഭവത്തിലുള്ളവരെയൊക്കെ വിടുവിച്ച് ആ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് ഇന്ന് കർത്താവിന്റെ പരിപൂർണമായ ഒരു ജീവിത സാക്ഷ്യത്തിന് അനുഭവം ഉള്ളവരായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതാണ് എന്റെ പിന്മാറ്റം എന്ന് പറഞ്ഞ ഒരു മദ്യപാനത്തിന്റെ ഒരു അനുഭവത്തിലേക്കോ അല്ലെ മറ്റുള്ള ഒരു അനുഭവത്തിലേക്കോ ഒന്നും പോകാനിടയായില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തത കുറഞ്ഞു പോയിട്ട് അതിനുശേഷമായിട്ട് എന്നെ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അമ്മയുടെ ഉദരം മുതലേ ഞാൻ നിന്നെ അറിയുന്നെന്നാ പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മുടെ പേരും രൂപവും കർത്താവിന്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നെന്നാ വായിക്കുന്നത്. വരച്ചു വെച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്ത് ചോദിച്ചാൽ, കുടഞ്ഞു കളഞ്ഞാൽ പോകത്തില്ല. കയ്യിൽ പിടിച്ച എന്തെങ്കിലും ആണെങ്കിൽ കുടഞ്ഞു കളഞ്ഞാൽ പോകും. യേശുക്രിസ്തുവിന്റെ വചനം വായിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഉള്ളം കയ്യിൽ കർത്താവ് നമ്മെ വരച്ചു വെച്ചിരിക്കുക. ഈ വിധത്തിൽ ഞാൻ പിറകോട്ട് പോയെങ്കിലും, ഈ വിധത്തിൽ അഗ്നിശോധനയുടെ നടുവിൽ പിടിച്ചു നിൽക്കാതെ തുറുവിറുത്തെങ്കിലും, വിശ്വാസം വിട്ടിട്ട് പല വഴിയിലും പോയെങ്കിലും, എന്നെ വീണ്ടും ഒരു വിശ്വസ്ത ദാസൻ എന്നുള്ള യോഗ്യത കൽപ്പിച്ച് വീണ്ടും ദൈവസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നതായ ആ ദൈവത്തിന് ഞാൻ കോടാനുകോടി സ്തോത്രം പറയുക. സ്തോത്രം. ഇതാണ് എന്റെ ജീവിത അനുഭവം. ഞാൻ ഇവിടെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്നും അനേക കാര്യങ്ങളുണ്ട്. എന്റെ ജീവിത സാക്ഷ്യത്തെ സംബന്ധിക്കുന്നതായ വിഷയങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുവാൻ ഇടയായത് എന്ന് ഞാൻ ദേവദാസനോട് ഓർമ്മിപ്പിക്കട്ടെ. താങ്ക് യു കർത്താൻദാസൻ പാസ്റ്റർ സലിൻ തോമസ്. ഒരു മദ്യപാനിയുടെ മകനായി കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട ഒരു പശ്ചാത്തലം, അവിടെ നിന്ന് വേണ്ടതുപോലെ വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഗൾഫിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. വലിയ ഒരു ബൈബിള് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, പകരം ഒരു ചെറിയ ഒരു ബൈബിള് കൊണ്ടുപോയി. ആ ചെറിയ ബൈബിള് വായിച്ചു, തുടർമാനമായി വായിച്ചു. വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ആ വചനത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുക്കുവാനും ദൈവഹിതത്തിന് വേണ്ടി, ദൈവീയ ഇടപെടലുകൾക്ക് വേണ്ടി വിധേയപ്പെടുവാനും ഇടയായി തീർന്നു. സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ ആത്മീയ കൂട്ടായ്മകളിലേക്ക് പോകുവാൻ നിർബന്ധിക്കപ്പെട്ടു. നമ്മൾ ചിന്തിക്കും അതൊക്കെ യാദർച്ഛിക സംഭവിച്ചതാ, വലിയ ബൈബിള് മാറ്റിയിട്ട് കൊച്ചു ബൈബിള് കൊണ്ടുപോയി. പിന്നെ രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് പിന്നെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചത് കൊണ്ട് വേറൊരു കൂട്ടായ്മയ്ക്ക് പോയി എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. കേൾവിക്കാർക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നുമായിരിക്കും. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവമാണ് അതങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് അല്പം സമയമെടുക്കും, അല്പം വൈകിയേക്കാം. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസൻ സലിം വലിയ ബൈബിള് മാറ്റി വെച്ചിട്ട് എന്തിനാ ചെറിയ ബൈബിള് കൊണ്ടുപോയത്? അതിൻ്റെ പിന്നിൽ ദൈവമാണ് അതിനുള്ള അവസരം ഒരുക്കിയത്. ആരുടെ നിർബന്ധത്തിലാണ് അദ്ദേഹം ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് പോയത്? സുഹൃത്തുക്കളുടെ നിർബന്ധമല്ല. അതിൻ്റെ പിന്നിൽ അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന ദൈവവചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിനൊരു അവസരം ഒരുക്കി കൊടുത്തു. കാനാവിലെ വീട്ടിലെ കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം കുടിച്ചു തീർന്നു. അവിടെ ഒരു ശൂന്യത വന്നത് എന്തിനാ? അവിടെ ശൂന്യത വന്നത്, അവിടെ ശൂന്യത വന്നെങ്കിലേ അവിടെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരുകയുള്ളൂ. ബഥാനിയിലെ ഭവനത്തില് ലാസർ രോഗിയായി കിടന്നു, മരിച്ചു, കല്ലറ വെച്ചു 4 നാൾ. എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചോദ്യമാണ്. പക്ഷേ യേശുക്രിസ്തു ആരാണെന്നുള്ളത് അവിടെ വെളിപ്പെടണം. ദൈവത്തിന് അവിടെ മഹത്വം ഉണ്ടാകണം. പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവീ ഇടപെടലുകളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസൻ സലിം തോമസ് അല്പം ചുറ്റിക്കറങ്ങിയെങ്കിലും വരേണ്ടടുത്ത് തക്ക സമയമായപ്പോൾ വന്നു. അതുകൊണ്ട് താമസിച്ചപ്പോൾ കൂടുതൽ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു സത്യം. താന് 40 അടി ഉയരത്തിലുള്ളതായ തെങ്ങിൽ നിന്ന് വീണ് കയ്യും കാലും എല്ലാം ഒടിഞ്ഞ് 12,000 രൂപയുടെ ഇരുമ്പ് പ്ലേറ്റ് ഇന്ന് ദേഹത്ത്
ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കേട്ടത്. താന് തൂത്തുവാരി തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ താൻ ചികിത്സയ്ക്ക് വിധേയനായി തീർന്നു. ഒരുപാട് കഷ്ടം, ത്യാഗം ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഇതെല്ലാം സംഭവിച്ചത് ശരീരത്തിൽ മാത്രമാണ്. തൻ്റെ ആത്മാവിനോ തൻ്റെ പ്രാണനോ ഒരു കേടും കൂടാതെ കർത്താവ് സൂക്ഷിച്ചു. നമ്മളൊക്കെ അതത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ സാമ്പത്തിക തകർച്ചയുടെയോ ശാരീരിക രോഗത്തിൻ്റെയോ അസമാധാനത്തിൻ്റെയോ ഒക്കെ നടുവിലും ഞെരുങ്ങുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവം രൂപപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിത്യജീവനുണ്ട്, ഒരാത്മാവുണ്ട്. ആ ആത്മാവിന് സ്വതന്ത്രമാകുവാൻ, ആ ആത്മാവ് കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വരുവാൻ വേണ്ടി ചില തകർച്ചകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരും. സാരമില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എല്ലാം ദൈവം ലാഭമാക്കി തീർക്കുവാനിടയായി. അതാണ് സമാധാനം, സന്തോഷം എന്ന് പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണല്ലോ നമ്മൾ ഇത്രത്തോളം സമയം കേട്ടുകൊണ്ടിരുന്നത്. കർത്താവദാസൻ സലീം തോമസ് തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയായി. താൻ കടന്നുപോയ നാൾ വഴികളെക്കുറിച്ച് ഒരു ഓർമ്മ തൻ്റെ അനുഭവത്തിലൂടെ, വചനത്തിലൂടെ നമ്മെ കേൾപ്പിച്ചു. തീർച്ചയായിട്ടും അരോമ ടിവിയിലെ ഓരോ ശ്രോതാക്കൾക്കും ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തു തന്നെയായിരുന്നാലും യേശു നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഒരനുഭവത്തിൽ കൂടി നമുക്ക് തിരിച്ചറിയുവാനിടയായി തീർന്നിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര വലിയ സങ്കീർണമായ സാഹചര്യമായിരുന്നു കൊള്ളട്ടെ, യേശു നിങ്ങളെ സഹായിക്കുവാൻ സർവശക്തനാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവെ, അടിയനെ സമർപ്പിക്കുന്നുവെന്ന് ദൈവസഭ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കർത്താവിൻ ദാസൻ സലീം തോമസ് ഒരു വാക്കിൽ പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ ഡാനിയേൽ ജോൺ പാസ്റ്ററിനായി, തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതായ ഈ വലിയ സംരംഭത്തെ ദൈവം അധികമായി അനുഗ്രഹിക്കണം. ധാരാളം ആമേൻ ഫലം തന്റെ ദാസന്റെ ശുശ്രൂഷയ്ക്കകത്ത് കൊയ്യുവാൻ ദൈവം സഹായിക്കണം. താൻ മുഖാന്തരമായി, ഈ പ്രോഗ്രാം മുഖാന്തരമായി അനേകര് ദൈവവചനം കേൾക്കുവാൻ, സാക്ഷ്യങ്ങൾ കേട്ട് അനേകര് മാനസാന്തരപ്പെട്ട് സത്യദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക എളിയവനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവം എനിക്ക് മടക്കി തന്നതായ രണ്ടാമത്തെ ഈ ജീവിതം, ആമേൻ, ഇതിന്റെ അന്ത്യം എന്നെന്ന് എനിക്കറിയത്തില്ല. അന്ന് വരെയും കർത്താവിന്റെ നാമത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുവാൻ, അധ്വാനിക്കുവാൻ, അങ്ങേ വയലിൽ ആമേൻ 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 വിളവ് ശേഖരം എടുക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എളിയവനിലൂടെ അടിയന്റെ ജീവിത സാക്ഷ്യം ഈ മീഡിയയിലൂടെ പങ്കുവെക്കുവാൻ ദൈവനെ സഹായിച്ചു. കേൾവിക്കാരായിരിക്കുന്ന അനേകർക്ക് എന്നെ എന്നതുപോലെ അനേക അനുഭവത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസവും വിടുതലും, കരുതുവാൻ ഒരു ദൈവമുണ്ട്, വിടുവിക്കുവാൻ ഒരു കർത്താവുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവനെ നൽകിയ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ സലീം തോമസ് ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനോടായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നമ്മെ തീർച്ചയായിട്ടും ആമേനെ അനുഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനിടയായി തീരും. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ?
എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.